ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഇത് നിറഞ്ഞ് കവിഞ്ഞ് ഇരിക്കുന്നു. ഇത്ര ആളുകൾ വെളിയിലുമുണ്ടെന്നുള്ള കാര്യം ഇതിനകത്തിരിക്കുന്നവർക്ക് അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് വാസ്തവത്തിൽ എന്തോ ഒരു വലിയ മാന്ത്രിക ശക്തി നമ്മുടെ ഉസ്താദിനുണ്ട് എന്നതിൻ്റെ തെളിവാണ്. ഞാൻ ഇന്ന് രാവിലെ പ്ലെയിൻ ഇറങ്ങി കുറച്ച് ആളുകൾ ഈ യോഗത്തിൽ സംബന്ധിക്കേണ്ടവർ ആ പ്ലെയിനിൽ ഉണ്ടായിരുന്നു. വന്നിറങ്ങുമ്പോൾ എന്തൊരു മഴയായിരുന്നെന്നറിയാമോ? ഞാൻ ധരിച്ചു ഇതാകെ ഇന്ന് കലങ്ങിപ്പോകുമെന്ന്. പക്ഷേ എന്താണ് ഉസ്താദ് ഇതിന് ചെയ്തത് എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അതുകൂടി അന്വേഷണ വിധേയമാക്കണമെന്ന് ചിലർ പറയാനിടയുണ്ട് എന്ന് മാത്രം ഞാൻ പറയുന്നു. ഏതായാലും ഈ സമ്മേളനം ഒരു കാര്യം തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. മുസ്ലിം സമുദായത്തിൽ ഏറ്റവും ഉന്നതനായ നേതാവ് കാന്തപുരം ഉസ്താദാണ് എന്ന് തെളിയിക്കുന്ന സമ്മേളനമാണ് ഇവിടെ. ഉണരുന്ന തേജസ്സാണ്, ഉണർവിന്റെ സ്രോതസ്സാണ് അവിടുന്നു ഞങ്ങൾക്ക് എന്നെന്നും. വകതിരിവിന്റെ യഥാർത്ഥ പര്യായവും പരമാർത്ഥത്തിന്റെ നിറവും സുമനസാമങ്ങയെപ്പോലെ മികവുറ്റോർ ധരണിയിൽ ഇന്ന് വിരളം. എല്ലാ മതക്കാരെയും ഭവാൻ സോദരാതുല്യരായി കാണുക മൂലം കാന്താപുരമെന്ന 4 അക്ഷരത്തിന്റെ കാന്തി ഈ ജഗത്തിന് ശാന്തി. കാന്താപുരമെന്ന 4 അക്ഷരത്തിന്റെ കാന്തി ഈ ജഗത്തിന് ശാന്തി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സമാദരണീയരായ സാദാത്തുക്കൾ, ബഹുമാന്യരായ പണ്ഡിതർ, സംഘടനാ നേതാക്കൾ, സ്നേഹസമ്പന്നരായ സുഹൃത്തുക്കൾ, വേറിട്ട വ്യക്തിത്വം നിലനിർത്തുന്നവരാണ് കേരളീയ മുസ്ലിംകൾ. സാംസ്കാരിക, സാമൂഹ്യ, രാഷ്ട്രീയ, വൈജ്ഞാനിക മണ്ഡലങ്ങളിൽ വ്യക്തമായ സ്വതത്വം കേരളീയ മുസ്ലിങ്ങൾക്ക് നിലനിൽക്കുന്നു എന്നത് രാജ്യത്തെ മുഴുവൻ ജനവിഭാഗങ്ങളും അംഗീകരിക്കുന്ന വസ്തുതയാണ്. ഈ വ്യക്തിത്വ നിർമ്മാണത്തിന് ധാരാളം ഘടകങ്ങൾ സഹായകരമായി വർത്തിച്ചിരിക്കുന്നു എന്ന് ചരിത്രം നമ്മോട് പറയുന്നു. മഹാന്മാരായ പ്രവാചക ശിഷ്യന്മാരിൽ നിന്ന് നേരിട്ട് വിശുദ്ധ ഇസ്ലാമിനെ സ്വീകരിക്കുവാൻ ഭാഗ്യം ലഭിച്ചു എന്നത് അതിൽ അതിപ്രധാനമാണ്. കാലാകാലങ്ങളിൽ കഴിഞ്ഞുപോയ ഇസ്ലാമിക പണ്ഡിത നേതൃത്വം ദിശാബോധത്തോടെ സമൂഹത്തിന് ക്രിയാത്മകമായി നേതൃത്വം നൽകി എന്നത് അതുപോലെ അതിപ്രധാനമായ മറ്റൊരു ഘടകമാണ്. പണ്ഡിത സമൂഹത്തെ പൂർണ്ണമായും അംഗീകരിക്കുന്നവരായി മാറി എന്നത് നമ്മുടെ ഔന്നിത്യത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഘടകമാണ്. 1300 വർഷത്തെ ഇസ്ലാമിക പാരമ്പര്യം സംഘർഷങ്ങളും ഭിന്നതകളുമില്ലാത്ത സന്തുഷ്ടിയുടെ കാലഘട്ടമാണ്. ഒരുമയോടെ ഇസ്ലാമിക ഉമ്മത്ത് രാജ്യത്തിൻ്റെ പൊതുധാരയോട് അലിഞ്ഞു ചേർന്ന് രാഷ്ട്രത്തിൻ്റെ ഭാഗമായി ജീവിച്ച അഭിമാനകരമായ ആ വലിയ കാലഘട്ടത്തിനു ശേഷം വൈദേശിക ആധിപത്യത്തിനു നേരെ ഇസ്ലാമിക ഉമ്മത്ത് പ്രകടിപ്പിച്ച ശക്തമായ ചെറുത്തുനിൽപ്പിനെ അതിജയിക്കുന്നതിൻ്റെ ഭാഗമായി ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന തന്ത്രം
ഇസ്ലാമിക സമൂഹത്തിൽ വൈവിധ്യമാർന്ന അവാന്തര ശബ്ദങ്ങളെ രൂപപ്പെടുത്തി. വഹാബിസവും മൗദൂദിസവും ഖാദിയാനിസവും തബ്ലീഗിസവുമായി രൂപപ്പെട്ടു വന്ന ഈ അപകടകരമായ പ്രവണതകൾ ഇസ്ലാമിക ഉമ്മത്തിന്റെ നിലനിൽപ്പിന് പോലും ഭീഷണി വരുത്താനുള്ള ശ്രമകരമായ പ്രവർത്തനമായി അവർ കണ്ടു. പക്ഷേ കാലത്തിന്റെ കാലൊച്ചകൾ കേൾക്കാൻ കെൽപ്പുള്ള പണ്ഡിത സമൂഹം ഇത്തരം അവാന്തര ശബ്ദങ്ങൾ കൊണ്ട് ഇസ്ലാമിക കോട്ടയ്ക്ക് ഒരു തകരാറും സംഭവിക്കാൻ സാധിപ്പിക്കുകയില്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന അതിശക്തമായ മുന്നേറ്റത്തിനാണ് കളമൊരുക്കിയത്. പ്രതിസന്ധികൾക്ക് മുന്നിൽ പതറുന്നതിനു പകരം ഇസ്ലാമിന്റെ സൗന്ദര്യവത്തായ മുഖത്തെ ലോകത്ത് പ്രകടിപ്പിക്കുവാൻ കെൽപ്പുള്ള പണ്ഡിത സമൂഹത്തിന്റെ യോജിച്ച പ്രവർത്തനം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സഭയിലൂടെ കേരളം അനുഭവിച്ചറിഞ്ഞു. ഇസ്ലാമിക സമൂഹത്തിന് ദിശാപരമായ അസ്തിത്വം നിലനിർത്തുന്നതിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയ ആ പണ്ഡിത സഭ കേരളീയ യുവത്വത്തെ ഇസ്ലാമികവൽക്കരിക്കുന്നതിനാവശ്യമായ സംഘശക്തിക്ക് രൂപകൽപ്പന നൽകി. സമസ്ത കേരള സുന്നി യുവജന സംഘവും കേരള സ്റ്റേറ്റ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷനും സുന്നി മാനേജ്മെന്റ് അസോസിയേഷനും സുന്നി ജംഇയ്യത്തുൽ മുഅല്ലിമീനും സുന്നി ബാലസംഘങ്ങളുമായി അവ രൂപപ്പെട്ടു വന്നപ്പോൾ കേരളം ഇന്ന് സുസജ്ജമാണ്. ഒരു ഇസ്ലാമിക സമൂഹത്തിന് വളരാനും വികസിക്കുവാനും ഉയരുവാനും എന്തൊക്കെ ആവശ്യമുണ്ടോ അവ മുഴുവനും നേടിക്കൊടുത്തുകൊണ്ട് ഇസ്ലാമിക ഉമ്മത്തിന് ശക്തമായ നേതൃത്വം നൽകി നമ്മുടെ സംഘശക്തി ഇന്ന് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. 80കളുടെ ആരംഭത്തിൽ ലോകവ്യാപകമായി സാമ്പത്തിക ആധിപത്യത്തെ അതിജയിച്ചുകൊണ്ട് വിദ്യാഭ്യാസ ആധിപത്യം, വൈജ്ഞാനിക ആധിപത്യം കടന്നു വന്നപ്പോൾ സ്വാഭാവികമായും മലയാളക്കരയും വിദ്യാഭ്യാസത്തെ സുധാകരവൽക്കരിക്കപ്പെടുന്ന അവസ്ഥാവിശേഷമുണ്ടായി. ഇത്തരമൊരു സാഹചര്യത്തിൽ ഇസ്ലാമിക ഉമ്മത്ത് ഒരിക്കലും പിറകോട്ടു പോയിക്കൂടാ എന്ന തിരിച്ചറിവിൽ നിന്നാണ് മർക്കസു സഖാഫത്തി സുന്നിയ എന്ന ഇസ്ലാമിക സാംസ്കാരിക കേന്ദ്രം രൂപപ്പെട്ടു വരുന്നത്. വൈജ്ഞാനിക മുന്നേറ്റത്തെ സ്വാഭാവികമായും ദുരുപയോഗം ചെയ്യപ്പെടുകയും അതുവഴി മാനുഷികമായ മൂല്യങ്ങൾ അവമതിക്കപ്പെടുകയും ചെയ്യുമെന്ന തിരിച്ചറിവ് കൊണ്ട് തന്നെ ഇസ്ലാമിക പണ്ഡിത സമൂഹം പുതിയ ലോകക്രമത്തോട് പ്രതികരിക്കാൻ കെൽപ്പുള്ള നേതൃത്വത്തെ രൂപപ്പെടുത്താൻ തീരുമാനിച്ചു. പുതിയ ലോകക്രമത്തിന്റെ പരിണിതിയായി മനുഷ്യ മനസ്സുകളിൽ രൂപപ്പെട്ടു വരുന്ന ധാരാളം ചോദ്യങ്ങൾ, ആ പുതിയ ലോകം നൽകുന്ന ചോദ്യങ്ങൾക്ക് ക്രിയാത്മകമായ പ്രതികരണങ്ങൾ നൽകാൻ കെൽപ്പുള്ള ധാർമ്മിക പോരാളികളുടെ ശക്തമായ മുന്നേറ്റത്തിനു നേതൃത്വം നൽകാൻ കഴിവുള്ള പണ്ഡിത സമൂഹത്തിന്റെ നിർമ്മാണമാണ് മർക്കസു സഖാഫത്തി സുന്നിയ ആദ്യമായി നിർവഹിച്ചത്. 7000-ലേറെ വരുന്ന സഖാഫിമാർ അൽഹംദുലില്ലാ ഇന്ന് കേരളം നിറഞ്ഞു നിൽക്കുകയാണ്. പ്രസംഗവും പ്രഭാഷണവും എഴുത്തും പ്രബോധനവും സംഘാടനവുമായി കേരളത്തിൽ ഇന്ന് നിറഞ്ഞു നിൽക്കുകയാണ്. കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ നവോത്ഥാനത്തിന് ആവശ്യമായ സകല സംവിധാനങ്ങളും നിർമ്മിക്കുന്നതിൽ ഈ പണ്ഡിത സമൂഹം ഇന്ന് സുസജ്ജമായി നാം കണ്ടുകൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാ, കേരളീയ സമൂഹത്തിന്റെ മനസ്സറിഞ്ഞ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ സഖാഫി സമൂഹത്തിന്റെ ധൈഷണികമായ നേതൃത്വം ഇന്ന് കേരളം അംഗീകരിച്ചു കഴിഞ്ഞു. മറുഭാഗത്ത് പുന്നാരൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തിയതുപോലെ ദാരിദ്ര്യം മനുഷ്യനെ മതനിഷേധത്തിലേക്കും നിരാകരണത്തിലേക്കും എത്തിക്കും. ആ മതനിരാകരണത്തിന്റെ പരിണിതിയായി രൂപപ്പെട്ടു വരുന്ന അസാൻമാർഗികതയുടെ അരുതായ്മകൾ നമ്മുടെ രാജ്യത്ത് കൂത്തരങ്ങ് സൃഷ്ടിക്കാൻ അത് കളമൊരുക്കും. ഗ്രാമങ്ങളുടെ ആരവങ്ങൾ അവസാനിക്കുമ്പോൾ ഒഴിഞ്ഞുകൊടുക്കുന്ന ഓരങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ധാരാളം സാംസ്കാരിക ശൂന്യതയുടെ വിധാതാക്കൾ പാവപ്പെട്ടവനെ ചൂഷണം ചെയ്യപ്പെടുക വഴി രൂപപ്പെട്ടു വരും. അതുകൊണ്ട് തന്നെ സമൂഹത്തിലെ പാവപ്പെട്ടവന് തികച്ചും ദിശാബോധം നൽകൽ സമൂഹത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമാണ്.
ഈ ദൗത്യ നിർവഹണത്തിന് ധാരാളം പ്രോത്സാഹനങ്ങളും നിർദ്ദേശങ്ങളും നൽകിയ വിശുദ്ധ ഇസ്ലാം, ആ ഇസ്ലാമിക ഉമ്മത്തിന്റെ നേതൃത്വം ഈ വലിയ ദൗത്യം ഏറ്റെടുത്തു. മർക്കസു സഖാഫത്തി സുന്നിയായുടെ 35-ാം വാർഷികം ആഘോഷിക്കുമ്പോൾ 50,000 കുടുംബങ്ങൾക്ക് ജീവൻ നൽകാൻ മാത്രമല്ല, 50,000 കുടുംബങ്ങൾക്ക് ജീവിതം നൽകാൻ മാത്രമല്ല, ആ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ശക്തമായ അവബോധത്തോടെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കടന്നു വരാനുള്ള സകല സംവിധാനങ്ങളും ഒരുക്കുകയാണ് മർക്കസു സഖാഫത്തി സുന്നിയ ചെയ്തത്. സമൂഹത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട വിഭാഗമാണ് സമ്പന്നർ. സമ്പന്നത സ്വാഭാവികമായും മനുഷ്യനെ എന്തും ചെയ്യാൻ എനിക്ക് പേടിക്കേണ്ടതില്ല എന്ന ചിന്തയിലേക്ക് എത്തിക്കുകയാണ്. സ്വാർത്ഥിയായ മനുഷ്യന്റെ മനസ്സിൽ ചോദ്യം ചെയ്യാൻ എനിക്ക് മുന്നിൽ ആരുമില്ലെന്ന് മാത്രമല്ല, പിടിക്കപ്പെടുന്നിടത്ത് മുഴുവനും രക്ഷപ്പെടാൻ എന്റെ സമ്പാദ്യം എന്നെ സഹായിക്കുമെന്ന് കൂടി ബോധ്യപ്പെടുമ്പോ സ്വാഭാവികമായും അരുതായ്മകൾക്ക് അവന് യാതൊരു തടസ്സവുമില്ല. ഈ ആക്രമണോത്സുകതയും ഈ ഭൂഷൂഷിത മനസ്സും രാജ്യത്ത് തീർത്തുകൊണ്ടിരിക്കുന്ന അത്യപകടകരമായ അവസ്ഥയെക്കുറിച്ച് ഞാൻ മലയാളിയോട് സംസാരിക്കേണ്ട ആവശ്യമില്ലാത്ത വിധം മീഡിയകൾ നമ്മൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അപകടത്തെ നേരെ മനസ്സിലാക്കിയ മഹാരഥന്മാരായ പണ്ഡിതന്മാർ മർക്കസു സഖാഫത്തി സുന്നിയ വഴി ലക്ഷ്യം വെച്ചത് സമൂഹത്തിലെ സമ്പന്നരുടെയും അഭ്യസ്തവിദ്യരുടെയും ഭരണാധികാരികളുടെയും ഉന്നതന്മാരുടെയും മക്കൾക്ക് ശക്തമായ ദിശാബോധം നൽകി രാജ്യത്തിന്റെ സമൂഹ നിർമ്മാണത്തിൽ അവരെ പങ്കാളിത്തം വഹിക്കുന്നവരാക്കുക എന്ന ലക്ഷ്യമായിരുന്നെങ്കിൽ 35-ാം ആണ്ട് കഴിക്കുന്ന മർക്കസ് അഭിമാനത്തോടെ സമൂഹത്തിന്റെ മുന്നിൽ പറയുന്നു, 100 ഗ്രാമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഇസ്ലാമിക പ്രബോധന സംവിധാനങ്ങൾ, 1000 മഹല്ലുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഇസ്ലാമിക നേതൃത്വങ്ങൾ, ഇവിടെയൊക്കെയും ഈ സമൂഹത്തിന്റെ വ്യക്തമായ അസ്തിത്വം നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കുന്നു. മറുഭാഗത്ത് നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സമൂഹമാണ് സ്ത്രീകൾ. സ്ത്രീ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള മുറവിളികൾ രാജ്യത്തിന്റെ നാനാഭാഗത്തും ഉയർന്നു വരികയാണ്. സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളെ കുറിച്ച് ധാരാളം സംവാദങ്ങളും ചർച്ചകളും രൂപപ്പെട്ടു വന്നുകൊണ്ടിരിക്കുമ്പോഴും രാജ്യത്ത് മുഴുവനും കേട്ടുകൊണ്ടിരിക്കുന്നത് പാവപ്പെട്ട പെൺകുട്ടികളെ നിഷ്ഠൂരമായി പിച്ചു ചീന്തപ്പെടുന്ന 100 കഥകളാണ്. ഓരോ ദിവസവും ഇറങ്ങുന്ന പത്രങ്ങളും ദൈനംദിനം കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളിലും ഏറ്റവും ചുരുങ്ങിയത് ഡസൻ കണക്കിന് പെൺകുട്ടികളെ പീഡിപ്പിക്കപ്പെടുന്ന, പിച്ചു ചീന്തപ്പെടുന്ന, ക്രൂരമായി ആക്രമിക്കപ്പെടുന്ന കഥകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുമ്പോ ആ പാവപ്പെട്ട പെൺകുട്ടിക്ക് ധാർമ്മിക അന്തരീക്ഷത്തിൽ ഇസ്ലാമിക സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്നുകൊണ്ട് തന്നെ തീർച്ചയായും ഭൗതിക വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നതങ്ങളിൽ എത്തിപ്പിടിക്കാൻ എങ്ങനെ സാധിക്കുമെന്ന ചോദ്യത്തിന് കൃത്യമായ അടയാളപ്പെടുത്തലാണ് മർക്കസു സഖാഫത്തി സുന്നിയ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിക സംസ്കാരവും ഇസ്ലാമിക സംസ്കൃതിയും നിലനിർത്തി ഒരു പെൺകുട്ടിക്ക് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം എങ്ങനെ കൈകാര്യം ചെയ്യാൻ സാധിക്കുമെന്ന് മർക്കസ് സമൂഹത്തിന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സമൂഹത്തിന്റെ ഉയർച്ചയും വളർച്ചയും മുന്നിൽ കണ്ട് സാംസ്കാരിക സമൂഹത്തിന് ആവശ്യമായ സകല സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ടിരിക്കുന്ന മർക്കസു സഖാഫത്തി സുന്നിയ പ്രൊഫഷണൽ മേഖലയിൽ, ഉന്നത വിദ്യാഭ്യാസ സംവിധാനങ്ങളിൽ, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ മേഖലകളിൽ തുടങ്ങി ഈ രാജ്യത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിന്, ഈ രാജ്യത്തിലെ പൊതുസമൂഹത്തിന് ഉയരുവാനും വികസിക്കുവാനുമുള്ള സകല സംവിധാനങ്ങളും രാജ്യത്ത് ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. മർക്കസ് എന്ന് പറയുന്നത് കേവലം ഒരു ക്യാമ്പസ് അല്ല എന്ന്, മർക്കസിനോട് ചുവട് പിടിച്ച് കേരളത്തിന്റെ മുഴുവൻ ഗ്രാമങ്ങളിലും ധാരാളം സ്ഥാപനങ്ങൾ അൽഹംദുലില്ലാഹ് ഇന്ന് വളർന്ന് വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. 1000 വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങൾ അങ്ങ് ജാമിയ സഅദിയ മുതൽ തിരുവനന്തപുരം വരെ പരിധി നോക്കിയാൽ നമുക്ക് 100 നിറഞ്ഞു നിൽക്കുന്നതായി കണ്ടെത്താൻ സാധിക്കും. ഈ മഹത്തായ മുന്നേറ്റം കേരള സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോ ഇന്ന് നമ്മുടെ മുഴുവൻ ഗ്രാമങ്ങളിലും അള്ളാഹുവിന്റെ നിഅമത്ത് കൊണ്ട് മർക്കസിന്റെ പങ്കാളിത്തത്തോടെയുള്ള ധാരാളം വിദ്യാഭ്യാസ സംവിധാനങ്ങൾ മെല്ലെ മെല്ലെ പിച്ചവെച്ചു വന്നുകൊണ്ടിരിക്കുന്നു. 280-ലേറെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ മർക്കസിന്റെ കീഴിലായി രാജ്യത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. 2000-ലേറെ വരുന്ന വിപുലമായ മസ്ജിദുകൾ മർക്കസിന്റെ കീഴിൽ ഭംഗിയായി ഇന്ന് പ്രവർത്തന രംഗത്ത് സജീവമായി നിലനിൽക്കുകയാണ്. ഈ രാജ്യത്തിലെ പൊതുസമൂഹത്തിന് ആവശ്യമായ ധാരാളം പ്രവർത്തനങ്ങളും സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ടിരിക്കുന്ന മർക്കസു സഖാഫത്തി സുന്നിയ കേരളക്കരയിൽ എന്തു ചെയ്തു എന്ന് വിവരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ലാത്ത വിധം ഓരോ ഗ്രാമത്തിലും മർക്കസിന്റേതായ ഇടപെടലുകൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നു.
ആയിരക്കണക്കായ കിണറുകൾ, പാവപ്പെട്ട 10,000-കണക്കായ ആളുകൾക്ക് വിദ്യാഭ്യാസം മാത്രമല്ല അവർക്ക് ജീവിക്കുവാൻ ആവശ്യമായ സകല സംവിധാനങ്ങളും മർക്കസ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ഗൾഫ് കൺട്രികളിൽ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന മലയാളി സുഹൃത്തുക്കളിൽ വലിയൊരു വിഭാഗത്തിന് ജോലി എത്തിച്ചു കൊടുക്കുന്നതിൽ മർക്കസിന്റെ പങ്കാളിത്തം മലയാളികളോട് നമ്മൾ പറയേണ്ടതില്ല. മറുഭാഗത്ത് സമൂഹത്തിന്റെ വികസനത്തിന് ആവശ്യമായ ധാരാളം സംവിധാനങ്ങൾ നമ്മുടെ രാജ്യത്ത് വിപുലമായ രൂപത്തിൽ മർക്കസ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ രാജ്യത്തെ സമൂഹത്തിന്റെ വളർച്ചയ്ക്കും വികാസത്തിനും ആവശ്യമായ ഇത്തരം സംവിധാനങ്ങൾ നിർമ്മിക്കുക വഴി രാജ്യത്തിന്റെ നിലനിൽപ്പിനും രാജ്യത്തിന്റെ ഉയർച്ചയ്ക്കും വലിയൊരു സംഭാവന നൽകിയിരിക്കുന്ന മർക്കസു സഖാഫത്തി സുന്നിയ ഇതെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മലയാളി മനസ്സുകളോട് ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, മലയാളി സുഹൃത്തുക്കളായ നമ്മൾ ഈ വലിയ മുന്നേറ്റത്തിന്റെ ഗുണഫലങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ ജീവച്ഛകങ്ങളായി നിൽക്കുന്ന പാവപ്പെട്ട മനുഷ്യക്കോലങ്ങളെ നമ്മൾ എങ്ങനെ കാണാതിരിക്കുന്നു എന്നാണ്. മുസ്ലിം സമൂഹത്തിലും ഇസ്ലാമിക സമൂഹമല്ലാത്തവരിലും കണ്ടുകൊണ്ടിരിക്കുന്ന ധാരാളം പാവപ്പെട്ട അന്യ സംസ്ഥാന സഹോദരങ്ങളെ കണ്ടില്ലെന്ന് നടിക്കാൻ തീർച്ചയായും ഒരു ഇസ്ലാമിക ഉമ്മത്തിനു സാധിക്കുകയില്ല. നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇന്ന് പാവപ്പെട്ട ധാരാളം ജനങ്ങൾ വിദ്യാഭ്യാസം എന്തെന്നറിയാൻ കഴിയാത്തവരാണ്. ജീവിതത്തിന്റെ നാനാ തുറകളിലും അവഗണന മാത്രം ഏറ്റുവാങ്ങിയിരിക്കുന്ന സമൂഹം തങ്ങൾക്ക് സ്വന്തമായൊരു സ്വതത്വമുണ്ട് എന്ന് പോലും തിരിച്ചറിയാത്തവരാണ്. സ്വന്തമായി സ്കൂളുകൾ എന്താണെന്നറിയാത്ത, മദ്രസ എന്താണെന്നറിയാത്ത, ദീർഘമായ മതപഠനത്തെ കുറിച്ച് കേട്ടുകേൾവി പോലും ഇല്ലാത്ത, എന്തിനേറെ സ്വന്തമായി കാടില്ലാത്ത, സ്വന്തമായി ശുദ്ധവെള്ളം കുടിക്കുവാൻ സംവിധാനങ്ങളില്ലാത്ത ധാരാളം പുഴുക്കളെ പോലെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ ജീവിക്കുന്ന പാവപ്പെട്ട ആയിരക്കണക്കിന്, 10,000-കണക്കിന്, ലക്ഷക്കണക്കിന് മനുഷ്യർ, ആ മനുഷ്യർക്കിടയിലേക്ക് മർക്കസു സഖാഫത്തി സുന്നിയയുടെ ഒരു വലിയ സന്ദേശം എന്ന രൂപത്തിൽ കാലഘട്ടത്തിന്റെ ഇതിഹാസ പുരുഷൻ ഖമറുൽ ഉലമ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ മെല്ലെ ഇറങ്ങി നടന്നപ്പോൾ തന്റെ മുന്നിൽ കടന്നു വന്ന പ്രധാനപ്പെട്ട ചോദ്യം, ശൗചം ചെയ്യുന്ന അതേ വെള്ളം കോരി കുടിക്കേണ്ടി വരുന്ന ഒരു മനുഷ്യരെ എങ്ങനെയാണ് ഇന്ത്യ രാജ്യത്തിന്റെ പൊതുസമൂഹം ഉൾക്കൊള്ളുക എന്നായിരുന്നെങ്കിൽ ആദ്യമായി അവർക്ക് കുടിവെള്ളവും പിന്നീട് അവർക്ക് അക്ഷരവും അതോടൊപ്പം അസ്തിത്വബോധവും നൽകി. നിങ്ങളും ഇന്ത്യക്കാരാണ്, ഇന്ത്യയുടെ ഭാഗമാണ്, ഇന്ത്യയുടെ ഭാഗമാവേണ്ടവരാണ് എന്നവരെ ബോധ്യപ്പെടുത്തുവാനുള്ള ശക്തമായ പ്രവർത്തനങ്ങളുമായി ഇന്ന് ആ മഹാമനുഷ്യൻ സമൂഹത്തിന്റെ ഇടയിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാ, കാശ്മീരിന്റെ തെരുവോരങ്ങളിൽ നിന്ന്, ബീഹാറിന്റെ തെരുവീതികളിൽ നിന്ന്, അതുപോലെ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് നൂറുകണക്കിന് വിദ്യാർത്ഥികളെ ദത്തെടുത്തു കൊണ്ടുവന്ന് കേരളത്തിൽ മർക്കസിനോട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന ധാരാളം സ്ഥാപനങ്ങൾ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നതോടൊപ്പം ബീഹാറിലും അതുപോലെ തന്നെ യുപിയിലും ഗുജറാത്തിലും കാശ്മീരിലും അടക്കം നമ്മുടെ വിപുലമായ സ്ഥാപനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ധാരാളം ഇംഗ്ലീഷ് സ്കൂളുകൾ ഇന്ന് ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലും അൽഹംദുലില്ലാ നമ്മൾ തുടക്കം കുറിച്ചു. ധാരാളം ദഅവാ കോളേജുകൾ അള്ളാഹുവിന്റെ നിഅമത്ത് കൊണ്ട് കേരളത്തിന് പുറത്ത് ഇന്ന് വിപുലമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് ഏറ്റവും കൂടുതൽ മലയാളി ഓർക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഭാഗമുണ്ട്. പശ്ചിമ ബംഗാൾ എന്ന് കേൾക്കുമ്പോ മലയാളികൾ വാചാലമാകാറുണ്ട്. ഇടതും വലതും മാറി മാറി തർക്കിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് യഥാർത്ഥത്തിൽ പശ്ചിമ ബംഗാൾ എന്ന് പറയുന്നത്. അവിടെയുള്ള മുസ്ലിങ്ങൾ പിന്നാക്കം മാത്രമല്ല, പിന്നാക്കക്കാരിൽ പിന്നാക്കമാണ് എന്നതിൽ ആർക്കും രണ്ടഭിപ്രായമില്ല. കാരണക്കാരെ കുറിച്ച് ധാരാളം ഭിന്നതകളും ചർച്ചകളും നടക്കുമ്പോഴും പാവപ്പെട്ട മനുഷ്യ മക്കൾക്ക് ജീവിക്കുവാനും വളരുവാനും വികസിക്കുവാനും പഠിക്കുവാനും ഉയരുവാനും ഇന്ത്യയുടെ മുഖ്യധാരയിലേക്ക് കടന്നു വരാനുമുള്ള പ്രായോഗിക വഴിയേത് എന്ന ചോദ്യത്തിന് കൃത്യമായൊരു മറുപടി നൽകാൻ ഈ രാജ്യത്തൊരു വിഭാഗത്തിനും കഴിയാതിരിക്കുമ്പോഴാണ് ആ പശ്ചിമ ബംഗാളുടെ പ്രാന്തപ്രദേശങ്ങളിലേക്ക് തിരക്ക് പിടിച്ച ജീവിതത്തിനിടെ ഇറങ്ങി വന്നുകൊണ്ട് ആ മനുഷ്യരെ വിളിച്ചുണർത്തി നിങ്ങൾക്ക് പഠിച്ചാൽ ലഭിക്കാനിരിക്കുന്ന ഗുണഫലങ്ങൾ ബോധ്യപ്പെടുത്തി അവർക്ക് വേണ്ടി ചെറിയ ഷെഡുകളിൽ ആരംഭിച്ച വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ അൽഹംദുലില്ലാ വിപുലമായ വിദ്യാഭ്യാസ സമുച്ചയങ്ങളായി അള്ളാഹു വളർത്തിക്കൊണ്ടിരിക്കുന്ന അഭിമാനകരമായ സന്തോഷത്തിലാണ് മർക്കസ് 35-ാം ആണ്ട് ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത്.
നമുക്കറിയാം, ഇന്ത്യ രാജ്യത്തിന്റെ മുഴുവൻ സ്റ്റേറ്റുകളിലും വിപുലമായ പ്രവർത്തന സജ്ജമായിരിക്കുന്ന മർക്കസ് ഇന്ത്യക്ക് പുറത്ത് 16 രാഷ്ട്രങ്ങളിൽ വ്യക്തവും ശക്തവും ആസൂത്രിതവുമായ പ്രബോധന സംവിധാനങ്ങളോടെ മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിക ഉമ്മത്തിന്റെ നിലനിൽപ്പിന് അനിവാര്യമായ ധാരാളം സന്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന മർക്കസ് സഖാഫത്തി സുന്നിയയുടെ 35ാം വാർഷിക മഹാസമ്മേളനം നടക്കുമ്പോൾ ആ സമ്മേളനത്തിന്റെ ഭാഗമായി നിങ്ങളോട് എനിക്ക് അപേക്ഷിക്കാനുള്ളത്, നാം മർക്കസിനെ അറിയുക, മർക്കസിനെ അടുത്തറിയുക, മർക്കസിനെ പഠിക്കുക. എന്തുകൊണ്ട് ഒരു ദിവസം 4 ലക്ഷത്തോളം രൂപ ചെലവ് വരുന്ന ഈ മർക്കസ് എന്ന സ്ഥാപനവും ആ മർക്കസ് എന്ന സ്ഥാപനത്തോട് അനുബന്ധിച്ച് ഇന്ത്യ രാജ്യത്തും ഇന്ത്യക്ക് പുറത്തുമായി നിലനിൽക്കുന്ന നൂറുകണക്കിന് വിപുലമായ കോടിക്കണക്കിന് രൂപയുടെ ബാധ്യത വരുന്ന സ്ഥാപനങ്ങളും ഇത്രയും ചെറിയ കാലയളവിൽ മർക്കസ് ജയിച്ചടക്കി എന്ന സത്യം ഈ രാജ്യത്തിലെ ജനങ്ങൾ വിലയിരുത്തേണ്ടതുണ്ട്. അതിൽ ഒന്നാമതായി നാം കണ്ടെത്തുന്നത് മർക്കസ് എന്ന മഹാസ്ഥാപനം, ആ സ്ഥാപനത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ചേതോ വികാരം അഹ്ലുസുന്നത്തി വൽ ജമാഅ, അത് മാത്രമാണ് സത്യം. അള്ളാഹുവിന്റെ മതം 1400 വർഷത്തെ ഇസ്ലാമിക പാരമ്പര്യം നിലനിൽക്കുന്ന മതമാണ്. ആ മതത്തിന് മാറ്റങ്ങൾക്ക് വിധേയപ്പെടുത്താനും ആ പരിശുദ്ധമായ മതത്തിന് നവീകരണം വരുത്താനും ഒരിക്കലും ഇസ്ലാമിക ഉമ്മത്ത് ഒരുക്കമല്ല എന്ന അചഞ്ചലമായ നിശ്ചയദാർഢ്യത്തിൽ നിന്നാണ് മർക്കസ് രൂപപ്പെട്ടു വരുന്നത്. അതോടൊപ്പം മർക്കസ് സമൂഹത്തിന്റെ മുന്നിൽ പ്രദർശിപ്പിക്കുന്ന ആശയങ്ങൾ ജീവകാരുണ്യത്തിന്റെയും പുരോഗമനത്തിന്റെയും വികസനത്തിന്റെയും സ്നേഹത്തിന്റെയും സഹിഷ്ണുതയുടെയും ഭാഷയാണ്. മർക്കസ് സഖാഫത്തി സുന്നിയക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന പണ്ഡിത സമൂഹം കേരളീയ സമൂഹത്തിന്റെ മുന്നിൽ മാത്രമല്ല, ഇന്ത്യൻ മുസ്ലിങ്ങൾക്കിടയിൽ മാത്രമല്ല, ലോക മുസ്ലിങ്ങൾക്കിടയിൽ അംഗീകാരവും വ്യക്തിത്വവും ഉള്ളവരാണ് എന്നതാണ് മർക്കസിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട വിജയ കാരണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കറിയാം, ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദിന് അറിയാത്തൊരു മലയാളി കേരളക്കരയിൽ നിന്ന് ജീവിച്ചിരിക്കുന്നില്ല. അവർ മുസ്ലിം ആവണമെന്നില്ല, അവർ മതമുള്ളവരാവണമെന്നില്ല. ഒരു മലയാളിയാണോ ഖമറുൽ ഉലമ കാന്തപുരം എന്ന് പറഞ്ഞാൽ ആ മഹാവ്യക്തിത്വം ആരാണെന്ന് ചോദിക്കാത്ത വിധം മുഴുവൻ ജനസമൂഹത്തിന്റെയും ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വം മഹാനായ കാന്തപുരം ഉസ്താദിനുണ്ടെങ്കിൽ ഇന്ത്യ രാജ്യത്തിന്റെ മാറി മാറി വരുന്ന പ്രധാനമന്ത്രിമാരുടെ ഓഫീസിൽ നിന്ന് സ്ഥിരമായി ഫോൺ കോൾ ലഭിക്കുന്ന ഇന്ത്യയിലെ പ്രമുഖ പണ്ഡിതനാണ് കാന്തപുരം എന്ന് മഹാനായ ഖമറുൽ ഉലമയെ വിമർശിച്ചുകൊണ്ട് ലേഖനം എഴുതേണ്ട ഗതികേട് ഈ രാജ്യത്തിലെ ഇസ്ലാമിക വിരുദ്ധ ചേരിക്ക് ഉണ്ടായി എന്നതും നാം ഈ സമയത്ത് തീർച്ചയായും ഓർക്കേണ്ടതുണ്ട്. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുന്നത്, ഇന്ത്യയുടെ മുഴുവൻ സ്റ്റേറ്റുകളിലും നിറഞ്ഞു നിൽക്കുന്ന സമൂഹത്തിന്റെ ഹൃദയാന്തരത്തിൽ ഷെയ്ഖ് അബൂബക്കർ എന്ന് കേൾക്കുമ്പോൾ രൂപപ്പെട്ടു വരുന്ന ചിത്രം തീർച്ചയായും ധാർമ്മികതയുടെയും നന്മയുടെയും സ്നേഹത്തിന്റെയും സഹിഷ്ണുതയുടെയും മാത്രമല്ല, രക്ഷകന്റേത് കൂടിയാണ്, കാരുണ്യദാതാവിന്റേത് കൂടിയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകിയ മഹത്തായ നിഅമത്തുണ്ട് ഞങ്ങൾക്ക് അന്നവും ശുദ്ധവെള്ളവും വിദ്യാഭ്യാസവും അസ്തിത്വബോധവും നൽകിയ മഹാമനീഷ എന്ന രൂപത്തിൽ ഉത്തരേന്ത്യൻ മുസ്ലിങ്ങൾ ഷെയ്ഖ് അബൂബക്കറിന്റെ പേര് കേൾക്കുമ്പോ ആവേശഭരിതമാകുന്ന രംഗം നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ രാജ്യത്തിന് പുറത്ത് ബഹുമാന്യനായ അഭിമന്യരായ യൂസുഫ് അലി സാറിന്റെ വാക്ക് കടമെടുത്ത് ഞാൻ പറയട്ടെ. ബഹുമാന്യരായ UAE അമീർ എല്ലാ വർഷവും 100 പ്രധാനപ്പെട്ട പണ്ഡിതന്മാരെ അവിടുത്തെ ഔദ്യോഗിക ക്ഷണിതാക്കളായി വിളിക്കാറുണ്ട്. ആ കൂട്ടത്തിൽ അമീർ നേരിട്ടിറങ്ങി വന്ന് ആലിംഗനം ചെയ്ത് സ്വീകരിച്ചു കൊണ്ടുപോകുന്ന ഒരേ ഒരു പണ്ഡിതനെ ലോക ഇസ്ലാമിക പണ്ഡിതരിൽ നിന്ന് ഞാൻ കണ്ടുള്ളൂ. അത് ഷെയ്ഖ് അബൂബക്കർ ബിൻ അഹ്മദ് എന്ന ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദിന്റേതായിരുന്നു എന്ന യൂസുഫ് അലി സാറിന്റെ വാക്കുകൾ മാത്രം ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ലോക ഇസ്ലാമിക ഉമ്മത്ത് വളരെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന ഇസ്ലാമിക നേതൃത്വമാണ് അഭിമന്യരായ ഖമറുൽ ഉലമ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ. എന്റെ പ്രിയപ്പെട്ട നല്ലവരായ സഹോദരങ്ങളോട് ഞാൻ പറയുന്നത്, ഈ ഭൗതികമായ ഔന്നിത്യവും വ്യക്തിത്വവും നിലനിർത്തുന്നതോടൊപ്പം ആത്മീയമായ പിന്തുണയും ആത്മീയ ലോകത്തെ ഔന്നിത്യവുമാണ് ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദിനെ ഈ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പക്വമാക്കിക്കൊണ്ടിരിക്കുന്നത്.
അവിടുത്തെ ജീവിതത്തിന്റെ ആരംഭ ദിശയിൽ അവിടുത്തെ മാതാപിതാക്കൾ പുണ്യം ചെയ്തവരും പുണ്യം നിറഞ്ഞവരുമായിരുന്നുവെന്ന് മലയാളിക്ക് ഞാൻ പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ടതില്ല. അവിടുത്തെ ജീവിതത്തിൽ ആദ്യമായി അക്ഷരം പഠിപ്പിച്ച പണ്ഡിതൻ കറാമത്തുള്ള പണ്ഡിതനായിരുന്നുവെന്ന് ചരിത്രം നമ്മോട് രേഖപ്പെടുത്തുകയാണ്. അവിടുത്തെ ഗുരുവര്യന്മാരിൽ എല്ലാവരെയും എടുത്ത് പരിശോധിക്കുമ്പോ അവരൊക്കെയും മഹത്തരമുള്ളവൻ അഭിമന്യരുമായിരുന്നു എന്ന് മാത്രമല്ല, സ്വന്തം ഗുരുവര്യന്മാർ സ്വന്തം മക്കളെക്കാൾ സ്നേഹിക്കുന്ന ഒരു മഹാശിഷ്യനായി മാറാൻ അവിടുന്നേക്ക് സാധിച്ചിരുന്നു. അഭിമന്യരായ ഉസ്താദുൽ അസാത്തിദ, അള്ളാഹു അവിടുത്തെ ദറജ വർദ്ധിപ്പിക്കുമാറാവട്ടെ. ഉസ്താദുൽ അസാത്തിദയുടെ വാക്കുകൾ ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. അവിടുന്ന് പറഞ്ഞു, എ പി എന്റെ കുട്ടിയാണ്, ഞാൻ എ പിയുടെ കൂടെയാണ്. ഒരു ഉസ്താദ് ശിഷ്യനെ കുറിച്ച് ഈ വാക്ക് ഉച്ചരിക്കുമ്പോ അതിന്റെ ഗൗരവവും അതിന്റെ പ്രാധാന്യവും അതിന്റെ പുണ്യവും സാധാരണക്കാരായ ആളുകൾക്ക് ഒരു പക്ഷേ വേണ്ടതുപോലെ ഉൾക്കൊള്ളാൻ സാധിക്കണമെന്നില്ല. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുന്നത്, അഭിമന്യരായ ഉസ്താദുൽ അസാത്തിദ ഞാൻ എന്റെ ശിഷ്യന്റെ കൂടെയാണ് എന്ന് പറയുന്ന അഭിമാനകരമായ സന്തോഷം ഒരു ഭാഗത്ത് നിലനിൽക്കുമ്പോ തന്റെ ഗുരുവര്യന്മാര് മുഴുവനും മരണം വരെയും തന്നോടൊപ്പം നിൽക്കുകയും തനിക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയും തന്നെ സഹായിക്കുകയും തനിക്ക് വേണ്ടി മരണസമയം വരെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സന്തോഷകരമായ അന്തരീക്ഷം മറുഭാഗത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. കേരളത്തിലെ ആത്മീയ കുടുംബത്തിലെ അഭിമന്യരായ മുഴുവൻ നായകന്മാരും ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമയ്ക്ക് പിന്തുണ നൽകിയതായി ചരിത്രം നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കറിയാം, അഭിമന്യരായ ഖുതുബുൽ ആലം ബഹുമാനപ്പെട്ട മടവൂർ ഷെയ്ഖ്, അള്ളാഹു അവിടുത്തെ ദറജ വർദ്ധിപ്പിക്കുമാറാവട്ടെ. മലയാളികൾക്ക് ഖുതുബുൽ ആലം എന്ന പദം പറയുമ്പോ ആരാണെന്ന് പറഞ്ഞ് വിശദീകരിക്കേണ്ട ആവശ്യം വരികയില്ല. ബഹുമാനപ്പെട്ട ഖുതുബുൽ ആലമിന്റെ കറാമത്തിനെ കുറിച്ച് പറയാത്ത ഒരു പണ്ഡിതനും മലയാളക്കരയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നില്ല. അഭിമന്യരായ ഖുതുബുൽ ആലമിന്റെ കാര്യത്തിൽ കേരളക്കരയിലെ ഇസ്ലാമിക ഉമ്മത്തിനിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. ആ ഖുതുബുൽ ആലമാണ് ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദിന്റെ പ്രധാനപ്പെട്ട ആത്മീയ ഗുരുവര്യരെന്ന് പറയുമ്പോ ഞാനത് വാചകമടിക്കാൻ വേണ്ടി പറയുന്നതല്ല, മറിച്ച് അവിടുന്ന് ഇന്ന് രൂപപ്പെടുത്തിയെടുത്ത മർക്കസുസ് സഖാഫത്തി സുന്നിയ എന്ന ഏഷ്യയിലെ ശ്രദ്ധേയമായ സ്ഥാപനം, ആ സ്ഥാപനം നിലനിൽക്കുന്ന മുഴുവൻ ബിൽഡിങ്ങുകളും നിലനിൽക്കുന്ന സ്ഥലങ്ങൾ അൽഹംദുലില്ലാ അമുസ്ലിമായ ഒരു സഹോദരന്റെ ഭൂമിയായി നിലനിൽക്കുന്ന കാലഘട്ടത്തിൽ ഖുതുബുൽ ആലം സുജൂദിൽ കിടന്ന സ്ഥലമായിരുന്നു എന്ന് ചരിത്രം നമ്മോട് പറയുമ്പോ ഖുതുബുൽ ആലമും മർക്കദും അഭിമന്യരായ ശൈഖുനയും തമ്മിൽ എന്തുമാത്രം ബന്ധം നിലനിർത്തിയിരുന്നുവെന്ന് ഇവയിൽ നിന്ന് മാത്രം നമുക്ക് വായിക്കാൻ സാധിക്കും. ബഹുമാനപ്പെട്ട ജിയാൻ മുസ്ലിയാരും അതുപോലെ തന്നെ അഭിമന്യരായ അബ്ദുൽ ഹമീദ് മുസ്ലിയാരും ബഹുമാനപ്പെട്ട ശൈഖുനായുടെ ഗുരുവര്യന്മാരിൽ പ്രമുഖരായിരുന്നുവെന്ന് ചരിത്രം നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ബഹുമാനപ്പെട്ട ഖുതുബുൽ ആലമിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ആത്മീയ ഔന്നിത്യവും ബഹുമാനപ്പെട്ട ഉസ്താദുൽ അസാത്തിൽ ലഭിച്ചിരിക്കുന്ന അറിവിന്റെ അപാരമായ നിറകുടവും അതോടൊപ്പം തന്നെ ഭൗതിക കാഴ്ചപ്പാടിൽ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണാധികാരികളുടെ ശ്രദ്ധേയ കേന്ദ്രവും ഒരുമിച്ച് ഈ രാജ്യത്തിലെ ഇസ്ലാമിക ഉമ്മത്തിന് വേണ്ടി, ഈ രാജ്യത്തിലെ പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി, മതേതര ഇന്ത്യക്ക് വേണ്ടി ചിന്തിച്ചപ്പോൾ ഈ രാജ്യത്തിന്റെ പുരോഗമന പാതയിൽ വലിയ പങ്കാളിത്തം വഹിക്കാൻ ഈ മർക്കസുസ് സഖാഫത്തി സുന്നിയക്ക് സാധിച്ചിരിക്കുകയാണ്. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് വളരെ വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നത് ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദിനെയും ആ കാന്തപുരം ഉസ്താദ് സമൂഹത്തിന് സമർപ്പിക്കുന്ന മർക്കസുസ് സഖാഫത്തി സുന്നിയെയും ആ മർക്കസുസ് സഖാഫത്തി സുന്നിയ സമൂഹത്തിൽ പ്രതിനിധാനം ചെയ്യുന്ന ആശയത്തെയും അടുത്തറിയുവാൻ ഈ മർക്കസ് സമ്മേളന സംഗമം കളമൊരുക്കണം, നിങ്ങളതിനും തയ്യാറാവണമെന്നും വിനയപൂർവ്വം ഒരു നോക്ക് കാണാൻ മർക്കസിൽ എത്തിച്ചേരണമെന്നും വളരെ താഴ്മയോടുകൂടി അപേക്ഷിക്കുകയാണ്. ഇവിടെ ദീർഘമായി സംസാരിക്കാനും വിഷയം അവതരിപ്പിക്കാനും ധാരാളം പണ്ഡിതന്മാരുണ്ട്. അഭിമന്യരായ നൗഷാദ് ഹസരിയുണ്ട്, ബഹുമാനപ്പെട്ട കുറ്റിപ്പുറം ഉസ്താദിന്റെ മക്കളൊക്കെ ഇവിടെയുണ്ട്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് അറിയാം, ബഹുമാനപ്പെട്ട ഖുതുബുൽ ആലമിന്റെ ശിഷ്യത്വം സ്വീകരിച്ച് 8 വർഷക്കാലം ഇടതടവില്ലാതെ അവിടത്തേക്ക് ഖിദ്മ ചെയ്യാൻ അല്ലാഹു ഭാഗ്യം നൽകിയപ്പോ അവിടുന്ന് ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഇതാ നിങ്ങൾ യൂസുഫുൽ ജീലാനിയുടെ ചാരത്തേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞ്
ജീവിക്കുന്ന കാലഘട്ടത്തിൽ അങ്ങോട്ട് പറഞ്ഞയക്കുകയും തന്റെ കയ്യിലുള്ള ഇജാസാത്തുകളിൽ എല്ലാ പ്രധാനപ്പെട്ടതും ഏൽപ്പിക്കുകയും ചെയ്ത് ബഹുമാനപ്പെട്ടവരെ ഏൽപ്പിച്ച അഭിവന്ദരായ ഷെയ്ഖ് യൂസുഫുൽ ജീലാനി തങ്ങൾ. ധാരാളം അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് അറിയാവുന്നത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. SSF അതിന്റെ 40ാം വാർഷിക സമ്മേളനം വരാനിരിക്കുകയാണ്. SSFന്റെ വാർഷിക സമ്മേളനത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടവർ നമ്മളാണ്. ഇസ്ലാമിക കേരളത്തിന്റെ അഭിമാനമാണ് SSF. അതുകൊണ്ട് തന്നെ ആ സമ്മേളനത്തിന്റെ വിജയം നമ്മുടെ ജീവവായുവാണ് എന്ന് തീർച്ചയായും നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഞാൻ ഇടയ്ക്ക് ഓർത്തു പോവുകയാണ്, SSFന്റെ മുതഅല്ലിം സമ്മേളനം നടക്കുന്നു. ആ സമ്മേളന നഗരിയിൽ ശക്തമായ മഴ വർഷിക്കാനിരിക്കുകയാണ്. 4 ഭാഗത്തുനിന്നും പ്രകടനം ആരംഭിക്കാനിരിക്കുമ്പോഴാണ് സമ്മേളന നഗരി കറുത്തു വരുന്നത്. ശക്തമായ മഴ തുടങ്ങുന്നു. ആ മഴ അതാ ശക്തമായി മുന്നോട്ട് പോയാൽ പ്രകടനം നിലച്ചു പോകും. ഉടനെ SSFന്റെ സംസ്ഥാന സാരഥി അഭിവന്ദരായ യൂസുഫുൽ ജീലാനി തങ്ങളെ വിളിച്ചു. അവിടത്തോട് സങ്കടം പറഞ്ഞു. അവിടുന്ന് ചോദിച്ചു, എത്ര സമയം പിടിക്കും പ്രകടനമെത്താൻ? കൃത്യസമയം നൽകി. ആ സമയവും അത് കഴിഞ്ഞു 2 മിനിറ്റും നൽകിയിട്ട് ഈ സമയത്ത് വരെ മഴ പെയ്യില്ല, അവിടെ നിന്ന് അങ്ങോട്ട് മഴ പെയ്തിരിക്കും എന്നു പറയാൻ തന്റെ ഇടമുള്ള ആർജവമുള്ള അഭിവന്ദരായ സയ്യിദ് യൂസുഫുൽ ജീലാനി തങ്ങളാണ് മർക്കസ് സഖാഫത്ത് സുന്നിയായുടെ സമ്മേളന സ്വാഗത സംഘം ചെയർമാൻ. അതുകൊണ്ട് തന്നെ സമ്മേളന നഗരി നിറഞ്ഞു കവിഞ്ഞൊഴുകാൻ ഇതുപോലെ പ്രചണ്ഡമായ പ്രചാരണത്തിന് ആവശ്യമില്ല. മറിച്ച് ആത്മീയ ശക്തിയിൽ അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് കേരളീയ മുസ്ലിങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഇത്തരം ആത്മീയ നേതൃത്വത്തിന്റെ പിന്നിൽ അണിനിരക്കുവാനുള്ള നല്ല മനസ്സാണ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടത് എന്ന് മാത്രം സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹാബിഹിൽ ഫായിസീൻ. അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹാദരവുള്ള നൗസാദ് ഹസനി, മറ്റു പണ്ഡിത സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ, മാന്യ സഹോദരി സഹോദരന്മാർ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഇതര സമുദായ സുഹൃത്തുക്കൾ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഇസ്ലാമിൻ്റെ അഭിവാദ്യം. ഏതാനും വാക്കുകൾ ശ്രദ്ധയിൽപ്പെടുത്തുകയും വാക്കുകൾ ചുരുക്കുകയും ചെയ്യുന്നു. മർക്കസ് സഖാഫത്ത് സുന്നിയ മർക്കസിൻ്റെ 35ാം വാർഷികം മഹാസമ്മേളനം, അതിൻ്റെ സ്റ്റേറ്റ് ചെയർമാൻ എന്ന നിലക്കും മർക്കസിൻ്റെ വൈസ് പ്രസിഡന്റ് എന്ന നിലക്കും SYSൻ്റെ സ്റ്റേറ്റ് അഡ്വൈസറി സുപ്രീം കൗൺസിൽ മെമ്പർ എന്ന നിലക്കും ഏതാനും വാക്കുകൾ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട അനിവാര്യമാണ്. എല്ലാവരും ഹജ്ജ് കഴിഞ്ഞ് മറ്റൊന്നിലേക്കും ശ്രദ്ധിക്കാതെ ഈ സമ്മേളനത്തിന് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ മർക്കസിനെ സംബന്ധിച്ച ചില പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും അതിൻ്റെ വിവരണം താഹിർ സഖാഫിയിൽ നിന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇനി മോർ ദാൻ അതിൽ കൂടുതൽ ആ വിഷയത്തിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷെ അതിൻ്റെ ബാനിയെക്കുറിച്ച് അബൌട്ട് ഹിം ഹുയിസി കാതപുരം ഷെയ്ഖ് അബൂബക്കർ, അദ്ദേഹത്തിനെക്കുറിച്ച് അദ്ദേഹം ആര് എന്ന് ഒരു ചെറിയ പരിചയപ്പെടുത്തൽ, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരിക്കൽ നൗസാദ് ഹസരി ഉസ്താദ് അവരോടും ശ്രദ്ധിക്കാൻ വേണ്ടി ഇപ്പോൾ മറ്റുള്ളവർക്കും പ്രത്യേകമായി പറയാൻ കാരണം സുലൈമാൻ ഉസ്താദിൻ്റെ പ്രിയങ്കരനായ കുരുത്തപുരത്വത്തിൽ ജീവിക്കുന്ന ഒരു ശിഷ്യനാണ് നൗസാദ്. കൂട്ടുക ഹസനി എന്നും കൂടി വാക്കുകൾ ചുരുക്കാൻ
ഒരിക്കൽ മുട്ടായി ഏജി എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിൽ ഞാൻ ഖിദ്മത്തിലായിരിക്കുന്ന സമയത്ത്, ഖിദ്മത്ത് എന്ന് പറഞ്ഞാൽ വെള്ളം ഒരു 6-7 പ്രാവശ്യം തിളപ്പിക്കുക, വെള്ളം തുള്ളുന്ന സ്ഥിതി വരുമ്പോൾ അത് ഇറക്കി വെച്ചാൽ അദ്ദേഹം വന്ന് കുളിക്കും. കുളിച്ചാൽ കുളി കഴിഞ്ഞ് ഡ്രസ്സ് മാറ്റാൻ നമ്മൾ കൊടുക്കണം. നമ്മൾ ഉടുത്തോട് ഇസ്തിദ്ര ഫസ്തറ ബിഹി, മൂസാ നബി അലൈഹി ഇസ്ലാം കല്ലിൽ നിന്ന് വസ്ത്രത്തിന് എന്നിട്ട് അദ്ദേഹം ധരിച്ചു. കല്ല് ഓടിയ ചരിത്രം പരിശുദ്ധ ഖുർആൻ. അപ്പം നമ്മളത് പിടിച്ച് ലെവലാക്കി കൊടുത്ത ശേഷം അതിൻ്റെ അടിയിലുള്ള മുണ്ട് അദ്ദേഹം അഴിക്കും. ശേഷം നമ്മൾ ബിൽറ്റ് കെട്ടി കൊടുക്കണം. കെട്ടിക്കിടക്കും. കിടക്കുമ്പോൾ ഫോഡർ ഇടണം, സെൻറ്റുകളൊക്കെ പൂശണം, ജനങ്ങളെ ക്യൂ ആയിട്ട് നിർത്തണം. നിരവധി പ്രശ്നങ്ങളുമായി അപ്രോച്ച് ചെയ്ത് സമീപിക്കുന്ന ജനങ്ങൾക്ക് അദ്ദേഹം ഉത്തരം നൽകിക്കൊണ്ടിരിക്കും. അത് വേണ്ട, അത് വേണം, 2 പദങ്ങൾ മാത്രമാണ് ഉപയോഗിക്കാറ്. അത് ഞാൻ ഉദാഹരണങ്ങൾ ഐ ക്യാൻ എക്സ്പ്ലെയിൻ ദിസ് വേ, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി എങ്ങനെ അത് വിവരിക്കുന്നു. അങ്ങനെ കിടന്നു. കാലിൻ്റെ മടിയിൽ 6-7 ഫില്ലോ തലയാണി ഉണ്ടാവും തലക്ക് വെക്കാൻ. അതിങ്ങനെ ബ്രിഡ്ജ് പോലെ ഇങ്ങനെ ആക്കിയിട്ട് വെച്ച് അതിലാണ് കിടക്കുക. കാല് തടകിക്കൊണ്ടിരിക്കുമ്പോൾ ഷെയ്ഖ് അബൂബക്കർ ബിൻ അഹ്മദ് കയറി വന്നു. ഞാൻ അത്രമാത്രം പരിചയമുള്ള ആളല്ല. ഇങ്ങനെ ഇടപഴകിയിട്ടുള്ള SVSും ഇതൊക്കെ വരുന്നതിൻ്റെ മുമ്പാണ്. എന്ന് പറഞ്ഞാൽ ബിഫോർ 35 years ago, the historical events. കയറി വന്നു. കയറി വന്ന പാടെ തന്നെ സി മുരീദയുടെ മുഖഭാവം മാറി. ഒരു പ്രത്യേകമായ ശബ്ദം, അതിൻ്റെ പ്രൊണൗൺസിയേഷൻ ഉച്ചാരണമില്ലാതെ എന്തോ തൊണ്ടയിൽ കിടന്നുകൊണ്ട് ഒരു ശബ്ദം. അതോടുകൂടിയിട്ട് ഈ മനുഷ്യനെ റുജുലിനെ, പുരുഷനെ നോക്കിയിട്ട് പറഞ്ഞ്, അമാക്കുൽത്തു ലക്ക ലാ തഖഫ് ഫഅക്കുല്ലക അൽആന ലാ തഹ്സൻ ഇദ്ഹബ് വഅനൻദുറു ഇലൈക ഫീ കുല്ലി ഹീൻ. സർവ്വസമയം നിന്നിൽ ഞാൻ നോക്കുന്നുണ്ട്. നിന്നോട് ഞാൻ പറഞ്ഞില്ലേ അമാക്കുൽത്തു ലക്ക, നിന്നോടല്ലേ ഞാൻ പറഞ്ഞത് ലാ തഖഫ്, ഭയപ്പെടേണ്ടെന്ന്. എന്നാൽ അക്കുല്ലക്ക അല്ലാന്ന് ഇപ്പോൾ ഞാൻ നിന്നോട് പറയുന്നു, വലാ തഹ്സൻ, മുഷിപ്പാകുകയും വേണ്ട. ഈ 2 കലിമത്ത് പറഞ്ഞതിന് ശേഷം ആണ് പറയുന്നത്, ഞാൻ നിന്നിലേക്ക് നോക്കുന്നു, ഞാൻ സദാ. പോയിക്കോ, എന്തിനിങ്ങോട്ട് വന്ന്, ഇപ്പോൾ പോകാമെന്ന് പറഞ്ഞു. ഈ ആൾ തിരിഞ്ഞു പോവുകയും ചെയ്തു. ഒന്നും പറയേണ്ടതായ അവകാശമുണ്ടായില്ല. ആ കട്ട് ചെയ്തിരുന്നു. ഈ കാര്യത്തെക്കുറിച്ച് അന്വേഷിച്ചു, എന്താണ് ഇത് ഈ പറഞ്ഞതിൻ്റെ സാരം. അപ്പോൾ ഇദ്ദേഹം പാലക്കാടിൽ ഒരു ഗണ്ണനത്തിന് പോവുകയാണ്. ഞാൻ പരിചയപ്പെടുത്താണ് ഷെയ്ഖ് അബൂബക്കർ ബിൻ അഹമ്മദിനെ, ശ്രദ്ധിക്കുക. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, പാലക്കാട് ഒരു ഗണ്ണനത്തിന് ഹസൻ മുസ്ലിയാരുടെ വഫാത്തിൻ്റെ ശേഷം ആദ്യമായി ഇദ്ദേഹം ഒരു ഗണ്ണനത്തിന് പാലക്കാട് ഒരു ഭാഗത്തേക്ക് പോവുകയാണ്. പോകുമ്പോൾ അദ്ദേഹത്തിന് ആദ്യമായി ഉണ്ടാകുന്ന ഈ അനുഭവം, കൂട്ടത്തിലായിരുന്നപ്പോൾ ഇത് ഒറ്റ പിരിഞ്ഞുകൊണ്ട് നടത്താൻ പോകുന്നതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു മാനസികമായ ഒരു പ്രോബ്ലം, ആങ്സൈറ്റി, ഉത്കണ്ഠ, അല്ലെങ്കിൽ മറ്റൊരു പദം നിങ്ങൾ ഉപയോഗിച്ചോളൂ. അതുകൊണ്ട് സി എം മൊഴിയെ കാണുക എന്നുള്ളതായ ദൃഢതയോടുകൂടിയിട്ട് ഇദ്ദേഹം തെരഞ്ഞു. രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും തെരഞ്ഞു. എവിടെ നോക്കിയാലും 2 കിലോമീറ്റർ അപ്പുറം ഇവിടെ ഉണ്ടായ, അവിടെ ചെന്ന് നോക്കൂ, ഇവിടെ ഇപ്പം ഉണ്ടായത് ഇപ്പോൾ പോയി, അടുത്ത് ആ അടുത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ 1 കിലോമീറ്റർ 2 കിലോമീറ്റർ, അവിടെ ചെന്നപ്പോൾ അവിടെ ഇപ്പോൾ പോയിട്ടേ ഉള്ളൂ. ഇങ്ങനെ AP ഉസ്താദ് തിരിഞ്ഞ് മറിഞ്ഞ് നടന്ന് ഒരിക്കലും കാണാൻ കഴിഞ്ഞില്ല. അവസാനം എന്തോ ആവുന്നത് വരട്ടെ എന്ന നിലക്ക് ഒരു മാനസികമായ ഒരു ബന്ധം മാത്രം വെച്ചുകൊണ്ട് അദ്ദേഹം പാലക്കാടേക്ക് പുറപ്പെട്ടു. പാലക്കാടെത്തി ഖാജ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ
ഖബർ സിയാറത്ത് ചെയ്തുകൊണ്ട് അസ്ർ നിസ്കാരം കഴിഞ്ഞുകൊണ്ട് പുറത്തോട്ട് വരികയാണ്. അപ്പോൾ ഒരു പുരുഷൻ ഒരു റജുൽ നേരെ മുമ്പിൽ ഇങ്ങനെ പ്രത്യക്ഷമായി. പ്രത്യക്ഷം ഒന്നും പറയുന്നില്ല. നിങ്ങളോട് CM വലിയുള്ള പറഞ്ഞ് പോയി നന്നായി പ്രസംഗിച്ചോളാൻ നിങ്ങൾക്ക് സലാം പറഞ്ഞിരിക്കുന്നു എന്നും പറഞ്ഞ് ഇദ്ദേഹം പോയി. നിങ്ങൾ എവിടുത്തുകാരനാണ്? ഞാൻ മടവൂക്കാരനാണ്. ജീവിതത്തിൽ ഒരിക്കലും ഇദ്ദേഹത്തിനെ കണ്ടുമുട്ടിയിട്ടുമില്ല. ഇഷ്കാത്ത് പറഞ്ഞതുപോലെ തന്നെ യാത്രയുടെ ഒരടയാളവുമില്ല. പാലക്കാട് നിന്ന് 8 മണിക്കൂറോളം കോഴിക്കോട് നിന്ന് യാത്ര ചെയ്തിട്ട് ഇദ്ദേഹത്തിന് നിശ്ചിത സ്ഥലത്ത് വെച്ചുകൊണ്ട് കണ്ടെത്തുന്നു. ഇന്നാൾക്ക് എൻ്റെ സലാം പറയും ഇന്നത് പറയുമെന്ന് പറഞ്ഞ് അയച്ച ഈ ആൾ മുമ്പൊരിക്കലും ആ സ്ഥലത്ത് വന്നിട്ടില്ല, കണ്ടിട്ടുമില്ല. ഈ ആൾ അവിടെയാണ് എന്നുള്ളതിന് വ്യക്തമായ ഒരു തെളിവുകളൊന്നും അവിടുന്ന് കൊടുത്തിട്ടുമില്ല. കോഴിക്കോട് നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളതായ ഇന്ന സ്ഥലം സൂക്ഷ്മമായ ഒരു വിവരവും നൽകിയിട്ടില്ല. ഇദ്ദേഹം നേരെ വരുന്നു, ഇറങ്ങുന്ന നേരെ ആളുടെ മുമ്പിൽ തന്നെ നിൽക്കുന്നു. നിങ്ങൾ ഇന്നാലിൻ്റെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എവിടുത്തുകാരനാണ്? ഞാൻ മടവൂക്കാരനാണ്. വിശ്വസിക്കല്ലാതെ മാർഗമില്ലല്ലോ. മൂപ്പർ അറിയില്ല. യാത്രയുടെ ഒരു അടയാളവും ഇദ്ദേഹത്തിൽ കാണപ്പെടുന്നുമില്ല. പറയുന്നു വിശ്വസിക്കല്ല, നിവൃത്തിയില്ല. സലാം മടക്കി ഇദ്ദേഹം യാത്ര പുറപ്പെട്ടു. ഈ 8 മണിക്കൂറോളം യാത്ര ചെയ്യാൻ ഈ പരിസരത്ത് CM വലിയുടെ അടുത്ത സമീപത്തായിട്ട് കാന്തപുരം AP ഉസ്താദ് ജീവിക്കുന്നു. വർക്കസിലുണ്ട്, വീട്ടിലുണ്ട്, പരിസരത്തൊക്കെ ഉണ്ട്. എന്നാൽ ഒരു വാക്ക് പറഞ്ഞാൽ പോരെ, AP ഉസ്താദിനോട് ഒന്നും ഇങ്ങോട്ട് വരാൻ വേണ്ടി പറയും. അല്ലെങ്കിൽ ഈ ഒരു വിവരം അടുക്ക് കൊടുക്കുമെന്ന് പറയാൻ ഒരു 50 വയസ്സിൻ്റെ ഇലവും കൂടി ഉണ്ടാവില്ല. അതേ സമയത്ത് പാലക്കാടിൽ 8 മണിക്കൂറോളം യാത്ര ചെയ്യണം, എന്നാലും അവിടെ എത്തുള്ളൂ. അവിടേക്ക് അത്രയും ദീർഘയാത്രയ്ക്ക് ഇദ്ദേഹത്തിനെ തയ്യാറാക്കിയിട്ട് മറുപടി കൊടുക്കാൻ വേണ്ടി ഈ അന്വേഷിച്ച് വന്ന് മൂപ്പർ അറിയോ? എന്നെ അന്വേഷിച്ച് ഇങ്ങനെ ഒരാൾ നടക്കുന്നുണ്ട്, ആരെങ്കിലും വിവരം കൊടുത്തിട്ടുണ്ടോ? അതുമില്ല, നോട്ട് അറ്റ് ആൾ, ആരും കൊടുത്തിട്ടില്ല. ഈ വിവരമായിട്ട് ചെല്ലുകയും മറുപടി കൊടുക്കുകയും ചെയ്തപ്പോൾ തന്നെ ഞെട്ടിപ്പോയി AP ഉസ്താദ്. ഞാൻ ആരോടും പറഞ്ഞില്ലല്ലോ, ഇന്നയിനാണ് ഞാൻ നടക്കുന്നതെന്നും ഇന്ന ആവശ്യത്തിനാണ് ഞാൻ സമീപിക്കുന്നത് എന്നും ആരോടും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ ഇങ്ങനെ ചെല്ലുന്നു, പലയിടത്തും ചെല്ലുന്നു, കാണാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നു. ഇതിൽ കവിഞ്ഞ് ഒന്നുമില്ലല്ലോ. ഇത് ആരറിയിച്ചു അദ്ദേഹത്തെ എൻ്റെ മനസ്സിലുള്ള ഈ കാര്യം? ചെന്ന് വാക്കുകൾ ചുരുക്കുന്നു. ഗണനം കഴിഞ്ഞു, വിജയിച്ചു. 1 വിജയത്തിൽ തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോൾ ഇദ്ദേഹത്തിന് ശക്തിയായ പനി പിടിപെട്ടു. കിടുങ്ങി ഭയങ്കരമായ വിറയോട് കൂടിയിട്ടാണ് വരുന്നത്. അപ്പോൾ കിടന്നു, ഡോക്ടർമാരെ കാണിച്ചു, പലരും നോക്കിയെങ്കിലും പനിക്ക് ഒരു പരിഹാരം ഉണ്ടായില്ല. അങ്ങനെ വന്ന് മയങ്ങിക്കിടന്നു, യാത്രാക്ഷീണവും പനിയും കൂടി. അതിൽ ഇദ്ദേഹം ഒരു സ്വപ്നം കാണുകയാണ്. ഇദ്ദേഹം ഒരു വഴിയിൽ കൂടെ നടന്നു പോവുകയാണ്. ഈ നടന്നു പോകുമ്പോൾ ഇദ്ദേഹം ചെന്നെത്തുന്നത് ഒരു പിറ്റ്, ഒരു കുഴി, അതിൻ്റെ മധ്യത്തിൽ. ആ കുഴി ചാടിക്കടക്കുകയോ വേറൊരു വഴിയില്ല, സൈഡിൽ കൂടി പോകാൻ ആ വഴി ഒട്ടാകെ ഒരൊറ്റ കുഴിയാണ്, സൈഡില്ല, വേറെ സ്ഥലത്ത് കൂടി പോകാൻ മാർഗവുമില്ല. ഇത് ചാടൽ തന്നെ അതിൻ്റെ മാർഗം. അതിനുവേണ്ടി ശ്രമിക്കുകയും ക്ഷീണിതനായ AP ഉസ്താദ് ചാടിയപ്പോൾ തന്നെ ഇദ്ദേഹത്തിന് ജസ്റ്റ് ബിഹൈൻഡ് അതർ, തൊട്ടു പുറകിൽ മറ്റൊരുത്തൻ ഒരു ചാക്കും തോളിലിട്ട് ഇങ്ങോട്ട് ഒരു അണ്ണാച്ചി. അങ്ങനെ നമ്മൾ പറയാറുണ്ട് ഉദാഹരണമായിട്ട്, ഈ വൃത്തിഹീനമായ രൂപത്തിൽ അതൊക്കെ പൊന്തിയും കിട്ടും, ചാക്കുമൊക്കെ പാടെടുക്കും. അണ്ണാച്ചി എന്ന് നമ്മൾ സാധാരണ കുട്ടികളോട് തന്നെ പറയുന്നുണ്ട്, അണ്ണാച്ചി വരും കരയണ്ട എന്ന് പറയും. അവർക്ക് പേടിയാണ്, എന്നോടും പേടിയാണ്, അണ്ണാച്ചി എന്ന് പറഞ്ഞ പേടിയാണ്. പക്ഷെ എന്നോട് തമയം പറഞ്ഞ് അണ്ണാച്ചി എന്ന് പറഞ്ഞാൽ ഏട്ടൻ എന്നാണ്, ആച്ചി എന്ന് പറഞ്ഞാൽ ജ്യേഷ്ഠൻ എന്നാണ് അതിൻ്റെ അർത്ഥം. നിങ്ങൾക്ക് അറിയുമെന്ന്, നമ്മൾ അറിയാതെ വിളിക്കുകയാണല്ലേ ഇത്. ജ്യേഷ്ഠ എന്നാണ് അതിൻ്റെ അർത്ഥം. അണ്ണാച്ചി എന്ന് പറഞ്ഞാൽ അണ്ണാന്ന് പറഞ്ഞാൽ ജ്യേഷ്ഠൻ എന്നുള്ള അർത്ഥമാണ്. നിങ്ങൾ എന്ത് വിലക്കാണ് വിളിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ അറിഞ്ഞിട്ട് വിളിക്കല്ല, അങ്ങനെ ഒരു പ്രയോഗമാണ്, അപ്പം ഞാനും പ്രയോഗിച്ചതാണ് പറഞ്ഞു. അർത്ഥം നോക്കിയിട്ടൊന്നുമല്ല. ഏതായാലും രക്ഷപ്പെട്ട AP ഉസ്താദിനെ വീണ്ടും തിരിച്ച് ഈ കുഴിയിലേക്ക് ഇടുകയാണ്. ഒരു നിലക്കും രക്ഷപ്പെടാൻ കഴിയാത്ത അദ്ദേഹം വീണ്ടും കൊതറി ഒരു വിധത്തിൽ രക്ഷപ്പെട്ടപ്പോൾ കഷ്ടത്തിലായിപ്പോയി. ഇനി ഒരിക്കലും രക്ഷപ്പെടാൻ സാധ്യമല്ല, ആ നിലക്ക് അവശനായിട്ടുണ്ടല്ലോ. അപ്പോഴാണ് CM വലിയുള്ള വരുന്നത്. അവിടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇത് ഉറക്കിലാണ്. എന്നിട്ട് ചോദിക്കുന്നു,
ഇഫ്തഫാഖ്, വായ തുറക്കുന്നു പറഞ്ഞു. വായ തുറന്നു. അപ്പോൾ അഹദ ഷൈഉൻ മിൻ ഫമി, അവരെ വായിൽ നിന്നൊരു വസ്തു എടുത്ത് ത്രോ ഔട്ട്, പുറത്തോട്ട് എറിഞ്ഞു എന്നർത്ഥം. ത്രോ ഔട്ട് എന്ന് പറഞ്ഞാൽ പുറത്തോട്ടിട്ട് എറിഞ്ഞു. ഇങ്ങനെടുത്ത് ഇങ്ങനെ എറിയുന്നതിന് എറിയാന്ന് പറയും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ലാ തഖഫ്, പേടിക്കണ്ടട്ടോ എന്ന് പറഞ്ഞു. തിരിച്ച് പിറ്റത്തെ ദിവസം പനി എഴുന്നേറ്റപ്പോൾ സുഖമാവുകയും തിരിച്ച് CM എവിടെയുണ്ട് എന്ന് അന്വേഷിക്കുകയും കണ്ടെത്തൽ അദ്ദേഹത്തിൻ്റെ ഭാഗമായി ഒരു ധർമ്മമായി കാണുകയും തിരഞ്ഞപ്പോൾ മുട്ടായി ഹാജിൻ്റെ വീട്ടിലാണ്, താമരശ്ശേരിയിൽ. അവിടെ വന്നു. ഞാൻ അത്രമാത്രം പരിചയമില്ല, ഒരു ലുങ്കിയാണ് എടുത്തിട്ടുള്ളത്, ഇടപഴങ്ങലില്ലാത്തതുകൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഗുണമേന്മകളും മഹത്വങ്ങളും എനിക്കറിയില്ല, കാരണം അസമുസ്ലിയാരുടെ ജീവിതകാലം കഴിഞ്ഞിട്ടില്ലുള്ളൂ. കണ്ടപാട് തന്നെ അമാക്കുൽത്തുലക്ക ലാ തഖഫ് അക്കുല്ലക്ക അല്ലാന വലാ തഹ്സൻ, അതാണ് പറഞ്ഞത്. നിന്നോട് ഞാൻ അപ്പോൾ പറഞ്ഞില്ലേ, എപ്പോൾ പാലക്കാട് നിന്ന് പരിച്ച് കഷ്ടപ്പെട്ട് അണ്ണാച്ച് കുയ്യിൽ പിടിച്ചിട്ടുന്ന സമയത്ത് പേടിച്ച് വരണ്ടിയില്ലേ, ആ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ഭയപ്പെടണ്ട എന്ന് പറഞ്ഞ് ഞാൻ രക്ഷിച്ചില്ലേ. എന്നാൽ ഇപ്പോൾ അക്കുല്ലക്ക അല്ലാന, ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു വലാ തഹ്സൻ, നിങ്ങൾ മുഷിപ്പാകുകയും വേണ്ട. ലാ തഖഫ് വലാ തഹ്സൻ, ഭയപ്പെടുകയോ മുഷിപ്പാകുകയോ വേണ്ട. കമാ ഖാല തആല ഫിൽ ഖുർആൻ ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അങ്ങനത്തെ വിഭാഗം ഭയപ്പെടുകയോ മുഷിപ്പാകുകയോ വേണ്ട, അല്ല അറിയുക. ഇതാണ് ആ പറഞ്ഞത്. ഉറക്കിൽ കണ്ട ആ കാര്യമാണ് നേരിൽ അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് വ്യക്തമോ അവ്യക്തമോ ആകുമ്പോൾ അതിനെ സംബന്ധിച്ച് ബയാൻ ആവശ്യമായ കാര്യങ്ങൾ ചോദിച്ചറിയുക എന്നുള്ളതാണ്. അപ്പോഴാണ് ഈ സംഭവത്തിൻ്റെ അടിസ്ഥാനം മനസ്സിലാകുന്നത്. ഇങ്ങനൊരു സംഭവം കഴിഞ്ഞു പോയിട്ടുണ്ട്, അത് സ്വപ്നത്തിലായിരുന്നു. ആ സ്വപ്നത്തിൽ കാട്ടിക്കൊടുത്തതും ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ തെരഞ്ഞു നടന്നതും അതിൻ്റെ മറുപടി പാലക്കാട് കൊടുത്തയക്കുന്നതും അപ്പോൾ നമുക്ക് മനസ്സിലാക്കാനുള്ളത് മൊത്തം ഈ ലോകത്തുള്ള സർവ്വ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് ബോധമുള്ള ആത്മീകമായ ഒട്ടനവധി ചൈതന്യവും വീര്യവുമുള്ള മഹാരഥന്മാരിൽ ഉന്നതൻ. ലോകം രേഖപ്പെടുത്തപ്പെട്ട ചരിത്രങ്ങൾ മുഴുവൻ പരിശോധിച്ചാൽ തുല്യതയില്ലാത്ത മഹാനായിരുന്നു ഒലിയില്ലാഹി CM അലിയന്നാൻ. അദ്ദേഹം വളരെ മേലെയായിരുന്നു. അദ്ദേഹം ഈ കാര്യങ്ങൾ മുഴുവൻ യോജിച്ച് വായിക്കുമ്പോൾ ഞാനും കാര്യം ഓർമ്മയിൽ വന്നതാണ്. മമ്പറത്ത് ഇരുന്ന് വ്യാഴാഴ്ച വെള്ളിയാഴ്ച പതിവായി സലാത്തിന് പോകുന്ന ആളാണ് ഞാൻ. ഫഖ്റനായിട്ട് തന്നെ ഏത് രൂപത്തിലായാലും ശരി കറക്റ്റ് ടൈമിന് ക്ലിനിക് സ്റ്റോപ്പ് ചെയ്യുകയും ഞാൻ സലാത്തിന് പോകും. വണ്ടി അവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ടാവും. അങ്ങനെ ഞാൻ ചെന്നപ്പോൾ അവിടുന്ന് ഒരു സയ്യിദ്, യമനിലെ ഒരു വർഗത്തിൽപ്പെട്ട ചെറിയ പൂ എന്ന് ലക്കബാലുള്ള ഒരു തങ്ങൾ, ഞാൻ വന്നാൽ തങ്ങന്മാരൊക്കെ എൻ്റെ കൂടെയൊക്കെ വരും, ഞാൻ അതിൻ്റെ അധ്യക്ഷനായിരിക്കും, എല്ലാവരും എന്നെ വളഞ്ഞും കണ്ടിരിക്കും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കാക്ക ഞാനൊരു ദിവസം CM ഒലിയുന്നവനെ കാണാൻ വേണ്ടി പോയി. എന്നിട്ടോ എന്നോട് ചോദിച്ചു, നിങ്ങൾ തങ്ങളല്ലേ എന്ന് ചോദിച്ചു. അതേ എന്ന് ഞാൻ പറഞ്ഞു. ഇരിക്കുമെന്ന് പറഞ്ഞ് ഇരുത്തി. എന്നിട്ടോ ഇന്നെങ്ങനെ ഉഴിഞ്ഞു തന്നു, കയ്യും പുറമൊക്കെ ഇങ്ങനെ ഉഴിഞ്ഞു തന്നു. അപ്പോൾ ഞാനൊരു 50 ഉറുപ്പ്യേൻ്റെ നോട്ടെടുത്ത് കൊടുത്തു. എന്നിട്ട് അതിങ്ങനെ തിരിച്ചു മറിച്ച് നോക്കി, ഇതെനിക്ക് വേണ്ട, വേറെ തരുമെന്ന് പറഞ്ഞ്. വേറെ നോക്കുമ്പോൾ ഞാൻ കൊടുത്ത് 20 നോട്ട് 50 നോട്ട് പിന്നെ എൻ്റെ അടുത്തില്ലായിരുന്നു എന്ന് പറഞ്ഞു. അതെനിക്ക് വേണ്ടാന്നും പറഞ്ഞു. അങ്ങനെ എന്നോട് സലാം പറഞ്ഞ് പോകാം, ഇനി ഒരിക്കലും നിങ്ങൾ ഇങ്ങോട്ട് വരേണ്ടതും ഇല്ല എന്ന് പറഞ്ഞു. ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത്. അത് എന്താ എന്നോട് അങ്ങനെ പറയാൻ എന്ന് എന്നോട് ചോദിക്കാൻ ഞാൻ പറഞ്ഞു, അള്ളാഹു വയലെ എനിക്കറിയില്ലാന്ന്. കാരണം അവരോട് ചോദിച്ചിട്ട് മറുപടി പറയപ്പോൾ അവരില്ലല്ലോ. ഫലാ യർജിഉ ഇലൈനാ മാ ബഖിയ, ആയുഷ്കാലം വരെ അദ്ദേഹം മടങ്ങി വരികയുമില്ലല്ലോ ഫത്തയിലെ. അങ്ങനെ അദ്ദേഹം കാണാൻ വേണ്ടി പോയി. അവിടുന്ന് എത്രയോ വർഷങ്ങൾ പിന്നിട്ടതിന് ശേഷം കാണാൻ പോയി മൂപ്പൻ്റെ വീട്ടിൽ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വൈക്ക് വഴിയായിട്ട് ക്യൂ ആയിട്ട് എന്ന് പറയുന്നു ഇംഗ്ലീഷ്. വൈക്ക് വഴിയായി ഇങ്ങനെ നിന്ന് ഒരാൾ മുകളിൽ കയറണം, മുകളിലാണ് മൂപ്പർ കിടക്കുന്നത്. അവിടുന്ന് അയാൾ മറുപടി കിട്ടി താഴോട്ട് ഇറങ്ങിയാൽ മറ്റൊരാളെ വിടുള്ളൂ. ദ്വാരപാലകൻ മൂപ്പൻ വാതിലപ്പം തുറന്ന ആളായിട്ട് വിടും, വാതിലിങ്ങനെ പൂട്ടും. അയാൾ മുകളിൽ പോയിട്ട് താഴത്ത് ഇറങ്ങി വരുമ്പോൾ വാതിലിങ്ങനെ പൊളികൊണ്ട് തുറക്കും, ഇയാൾ ഉണ്ടാക്കും, വാതിലിൻ്റെ പൂട്ടും. അങ്ങനെയാണ് പോയവർക്ക് അനുഭവം ഉണ്ടാവും. അവസാനത്തെ ഊഴം ഇദ്ദേഹമാണ്.
അതിന് മുമ്പിലുള്ള ആളെ വിട്ടു. സന്തോഷത്തോടു കൂടി എനിക്ക് ഇനി ഞാനാണല്ലോ എന്നുള്ളത്. അപ്പോഴും മോളിന്ന് ഒരാൾ ഇറങ്ങി വന്നിട്ട് പറഞ്ഞ്, തങ്ങൾക്ക് എൻ്റെ സലാം പറഞ്ഞു, അവരോട് പൊയ്ക്കോളാൻ പറയുന്നു. മുമ്പ് പറഞ്ഞത് തങ്ങൾ ഒരിക്കലും ഒരു കാരണത്തിലും നിങ്ങൾ ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞല്ലോ, ആ ആളാണ്. അദ്ദേഹത്തിനോട് പൊയ്ക്കോളാൻ പറയും, എൻ്റെ സലാം പറയുന്നു. ഇനി ഞാൻ എന്താ ചെയ്യുന്നത്? സംഭവം എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് ഇനി ഒരിക്കലും നിങ്ങൾ ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ് ഈ അടുത്ത ഊഴത്തിലെത്തുന്ന അദ്ദേഹത്തിന് മറുപടി മോളിന്ന് വരുന്നത്. അപ്പോൾ അത്രയും ദൂരത്തുള്ളോ ദൃശ്യക്ക് അപ്പുറമുള്ളതോ വ്യക്തമായ രൂപത്തിൽ വാതിലിൻ്റെ ഉള്ളിലോ പുറത്തോ റൂമിലോ എവിടെയാവട്ടെ സൂക്ഷ്മമായിട്ട് കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി മനസ്സിലാക്കാൻ കഴിവുള്ള അദ്ദേഹത്തിൻ്റെ ആത്മീകമായ ചൈതന്യവും വീര്യവും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ AP ഉസ്താദിനെ ഈ രൂപത്തിൽ എത്തിച്ചത് എന്നുള്ളതാണ് ഫാക്റ്റ്. അദ്ദേഹത്തിൻ്റെ ചൈതന്യവും വീര്യം, ആ വീര്യത്തിൽ നിന്ന് അദ്ദേഹം മെനക്കെട്ട് അധ്വാനിച്ച് പരിശ്രമിച്ച് കൂട്ടുകെട്ടിനെ ഉണ്ടാക്കി മാനസികമായ ബന്ധവും സദാ ഉണ്ടാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടത്തിൽ കിട്ടിയ വിഷമങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ക്ലേശങ്ങളിൽ നിന്നും ഉള്ള മുക്തി അത് അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവൻ ഈ മഹാനുമായി ബന്ധപ്പെട്ടപ്പോൾ ആ വീര്യം അദ്ദേഹത്തിന് ലഭിച്ചു. ആയതുകൊണ്ട് ഈ ലോകത്തിൽ ഈ ഒരു കാര്യവും അദ്ദേഹത്തിന് ചെയ്യാനുണ്ടെന്ന് തോന്നുന്നില്ല. ലോകത്തിൽ ഇത്ര സ്ഥാനമുള്ളതായ ഒരു മനുഷ്യനും മൊയ്ലിയന്മാരിൽ കഴിഞ്ഞ കാലത്തുള്ള എപ്പോഴുമില്ല. ലോകം അറിയപ്പെടുന്ന ആകാശത്തിന്മേലും ഭൂമിക്ക് താഴെയും അവരെ കൊടി നീളമുള്ള അത്തിരിയുള്ളൂ. മനുഷ്യൻ ജീവിക്കുന്നിടത്തും അല്ലാത്തടത്തും എല്ലാം തന്നെയും അവരുടെ ഗുണമേന്മകൾ അവർ അറിയപ്പെടുന്നു, അവരെക്കുറിച്ചുള്ള സ്മരണ എന്നർത്ഥം. ഇത്ര അനുയായികളുള്ള ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരൊറ്റ മൊയ്ലേറും കഴിഞ്ഞ കാലത്തുണ്ടായിട്ടില്ല. ഇപ്പോഴില്ലേനു, ഉണ്ടാകുകയില്ലേനെ സംബന്ധിച്ച് ഇപ്പോൾ എന്നോട് ചോദിക്കേണ്ട കാര്യം എൻ്റെ ബുദ്ധിയിൽപ്പെട്ടതല്ലല്ലോ. ഇപ്പോൾ അനുഭവജ്ഞാനല്ലേ പറയുന്നത്. കഴിഞ്ഞ കാലത്തില്ല എന്നുള്ള പുസ്തകത്തിൽ നിന്ന് മനസ്സിലായി, ജനങ്ങളുടെ സംസാരത്തിൽ നിന്ന്. ഇപ്പോഴില്ല എന്നുള്ള എനിക്ക് രണ്ട് കണ്ണും മനസ്സുമൊക്കെ ഉണ്ടല്ലോ. എന്നുണ്ടെങ്കിൽ ഊയിസി ആളാരാണ്? അപ്പോൾ ഇപ്പോഴും ഇല്ല, ഇനി ഉണ്ടാവില്ല, അത് നമുക്ക് പറയാനും കഴിയില്ല. ഈ നിലക്കുള്ള ഗുണമേന്മകൾ ഇദ്ദേഹത്തിന് എത്തിയത് ഇത്തരം മഹാന്മാരുമായുള്ള ആത്മീകമായ ബന്ധം, ആ ചൈതന്യത്തിൽ നിന്ന് വീര്യത്തിൽ നിന്നാണ്. ഇദ്ദേഹം അതിൻ്റെ വിത്താണ്. വാസ്തവത്തിൽ കാര്യങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിനെ അങ്ങനെ വളർത്തിയെടുത്തതാണ്. അതുകൊണ്ടാണ് ഈ ബഹുമതികൾ മുഴുവനും അദ്ദേഹത്തിന് ലഭിക്കാൻ കാരണമായ. സാധാരണ ഒരു മൊയ്ലിയരല്ല AP ഉസ്താദ്. എല്ലാ കഴിവുകളും എല്ലാ വിജ്ഞാനങ്ങളും അദ്ദേഹത്തിലുണ്ട്. ദൃഷ്ടിയിൽ കാണപ്പെടുന്നുവെങ്കിൽ സാധാരണ മനുഷ്യനെ പോലെ പെരുമാറപ്പെടുന്നുണ്ടെങ്കിൽ തന്നെയും ഈ ലോകത്ത് വ്യക്തമാക്കാൻ കഴിയാത്ത നിരവധി വിജ്ഞാനങ്ങൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. നിങ്ങളെങ്ങനെ അറിഞ്ഞു? അതിൽ കൂട്ടാളിത്തമുണ്ട്, പങ്കാളിത്തമുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ നിരവധി ശിഷ്യത്വം സ്വീകരിച്ച ആളായിരുന്നു. അപ്പം അതേ വിജ്ഞാനങ്ങളുടെ ഭാഗങ്ങൾ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അത് ഞങ്ങളുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. ഇത്തരം വിവരങ്ങൾ സാധാരണക്കാരിൽ വ്യക്തമാക്കാൻ പാടില്ലാത്ത, ഒരിക്കലും ബയാൻ ചെയ്തുകൂടാത്ത ആ വിജ്ഞാനം ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. സാൻമാർഗികമായി ഉയർത്തപ്പെട്ട അത് തന്നെയാണ് ഒരിക്കൽ അനദർ മാഷ അങ്ങനെ പഠിപ്പിച്ചെന്ന് ഒന്ന് പറഞ്ഞ് പിന്നെ അതിന് ശേഷം മറ്റൊന്ന് പറയുമ്പോൾ അനദർ എന്നാണ് പറയുന്നത്. അങ്ങനത്തെ ആയിരിക്കും വിദ്യാർത്ഥി സ്റ്റുഡൻസ് വിഭാഗം. നമ്മൾ ഇംഗ്ലീഷ് മീഡിയത്തിനൊന്നും പോകാത്തവനാണ്, അതുകൊണ്ടാണ് സംശയം ഉണ്ടെങ്കിൽ തിരുത്തുക. തണ്ണീർക്കോട് ചിയ്യാ മുസ്ലിയാർ റളിയല്ലാഹു അൻഹു ഈ ഭാഗത്തുള്ളവർക്ക് പരിചയമുണ്ടാകാം. വലിയ മഹാനാണ്, പണ്ഡിതനാണ്. അങ്ങനെ ഒരിക്കൽ ഉള്ളാൾ സയ്യിദ് അബ്ദുറഹ്മാൻ ഉള്ളാൾ നേതാവ്, മഹാരഥനായ ഉത്തമനായ സാദാത്തി കുടുംബത്തിൻ്റെ നേതാവ്, വിജ്ഞാനത്തിൻ്റെ ഉറവിടം, എല്ലാ ഗുണമേന്മകളും സമ്മേളിച്ചതായ മഹൽ വ്യക്തി, നമ്മളൊക്കെ റെസ്പെക്റ്റ് ചെയ്യുക, ആദരിക്കുന്ന അദ്ദേഹം കാണാൻ വേണ്ടി പോയി. നിങ്ങളാളെ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞതാണ്.
സോറി, കാണാൻ വേണ്ടി പോയപ്പോൾ ഉള്ളാടം തങ്ങളൊന്ന് മനസ്സിൽ കരുതി, കൂടെ ആളും കൊണ്ടിരുന്നു. എല്ലാവരോടും പൈസ ചോദിക്കും ചെയ്യാമൂല്യർ. ചോദിച്ച അവസാനത്തെ പൈസ വരെ ചോദിച്ചാളും, എന്നിട്ടേ വിടുള്ളൂ. അപ്പോൾ ഉള്ളാടം തങ്ങൾ എന്തുദ്ദേശിച്ച്, ബഹുമാനപ്പെട്ടവരെന്തുദ്ദേശിച്ച്, ഇദ്ദേഹം ഒരു വലിയാണെങ്കിൽ എന്നോട് ചോദിക്കൂല എന്ന് മനസ്സിലവിടെ കരുതി ഉറപ്പിച്ച്. ഇവരൊക്കെ പാടെ പോയി കുത്തിരുന്ന് ആദ്യം ഓരോരുത്തരുടെ അടുത്തുനിന്ന് വലിച്ച് എല്ലായിടത്തും ഇങ്ങനെ വലിക്കാൻ തുടങ്ങി. നല്ല ധനികന്മാരാണ്, കൈയൊക്കെ ഫുള്ളാകുന്ന നിലക്ക് വലിച്ചു. തങ്ങളുടെ അടുത്തേക്ക് എത്തിയപ്പോൾ തങ്ങളോട് പറഞ്ഞു, തങ്ങളെ നിങ്ങളോട് ഞാൻ പൈസ ചോദിക്കൂല, നിങ്ങൾ തന്നാൽ വേണ്ടാന്ന് പറയൂല്ല കേട്ടോ തങ്ങളെ എന്നറിഞ്ഞു. എങ്ങനെയുണ്ട് തണ്ണീർക്കോൽ ഉസ്താദിൻ്റെ ബുദ്ധി വിവരം? തങ്ങളെ നിങ്ങളോട് ഞാൻ പൈസ ചോദിക്കൂല, നിങ്ങൾ തരികയാണെങ്കിൽ ഞാൻ വേണ്ടാന്ന് പറയില്ലട്ടോ തങ്ങളെ എന്ന്. കൊടുക്കേണ്ടി വന്ന് ചെയ്യാൻ മുസ്ലിയറാണ് ആള്. ആ ചെയ്യാൻ മുസ്ലിയർ തന്നെയാണ് AP ഉസ്താദ് കാണാൻ വേണ്ടി. അദ്ദേഹത്തിൻ്റെ സ്വഭാവമാണ് എവിടെ ഒരു ഉന്നതനുണ്ടെന്ന് അറിഞ്ഞാൽ അവരെ ബന്ധപ്പെടുക എന്നുള്ളത് AP ഉസ്താദിൻ്റെ ഒരു ഗുണമേന്മകളിൽ ഒന്നാണ്. അത്ര ബന്ധമുള്ള ഔലിയാക്കളുമായി ബന്ധമുള്ള ഒരു മൊയിലേരും ഇല്ല. ഇത് ഞാൻ എൻ്റെ അനുഭവജ്ഞാനമായിട്ട് പറയുകയാണെങ്കിൽ പാതിരാക്ക് വേണമെങ്കിൽ AP ഉസ്താദ് വരും. കോയപ്പാപ്പാൻ്റെ അടുത്ത് വരുന്ന ഞാൻ സംഭവം വേറെ പറയുന്നുണ്ട്, ഞാൻ അതിൻ്റെ മുകളിൽ കിടക്കുന്നുണ്ട്. അപ്പോഴാണ് AP ഉസ്താദ് വന്ന് കണ്ട് ലേറ്റാണ് സംസാരിക്കാൻ ഞാൻ തയ്യാറാക്കി കൊടുത്തു. AP ഉസ്താദല്ലേ, സംസാരിക്കാൻ ഇടം കൊടുത്തു. സംസാരം കഴിഞ്ഞ് പിരിഞ്ഞു പോയി. അപ്പോൾ ഏത് സമയത്തും എത്തപ്പെടും. അങ്ങനെ കയറി ചെന്ന് ഇരുന്നു, അതോട് കൂടിയിട്ട് ഇരുന്നേക്ക് ചോദിച്ച്, ഒരു മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ അള്ളാഹു നന്നാക്കി കൊടുക്കുകയും പാപങ്ങൾ മുഴുവനും പുറത്തു കൊടുക്കുകയും ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്കറിയോ? AP ഉസ്താദിനോട് ചോദിക്കുകയാണ്. ഒരു മനുഷ്യൻ്റെ സർവ്വ പ്രവർത്തനങ്ങളും അള്ളാഹു നന്നാക്കി കൊടുക്കുകയും സർവ്വ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും ചെയ്യുന്ന ഒരു കാര്യം അള്ളാഹു പറഞ്ഞിട്ട് ഖുർആനിൽ, അത് നിങ്ങൾക്കറിയോ? AP ഉസ്താദിൻ്റെ നിശബ്ദതയ്ക്ക് ശേഷം അറിയാത്തതുകൊണ്ടായിരിക്കില്ല മറുപടി പറയാത്തത്. ഖൂലൂ ഖൗലൻ സദീദൻ യുസ്ലിഹു ലക്കും അഅ്മാലക്കും വയഗ്ഫിറു ലക്കും ദുനൂബക്കും. നിങ്ങൾ ആ ചൊവ്വായ വാക്ക് ഖൗലൻ സ്വവാബൻ, ജലാലൈൻ തഫ്സീർ, നിങ്ങൾ ആ നേർക്ക് നേരെയുള്ള വാക്ക് പറയൂ. ഖൂലൂ ഖൗലൻ സ്വവാബൻ, ചൊവ്വായ ഖാസിദൻ ലിൽ ഹഖ്, യാഥാർത്ഥ്യമായ വളവിതിരില്ലാത്ത വാക്കുകൾ നിങ്ങൾ പറഞ്ഞോടി. എന്നാൽ യുസ്ലിഹു ലക്കും അഅ്മാലക്കും വയഗ്ഫിറു ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പ്രവർത്തനം മുഴുവൻ അള്ളാഹു നന്നാക്കുകയും നിങ്ങളുടെ പാപം മുഴുവൻ പുറത്തു തരികയും ചെയ്യും എന്ന് അദ്ദേഹത്തിന് പഠിപ്പിക്കുകയും ഖൗലു ത്വയ്യിബ ഒരു തഫ്സീർ വെച്ചുകൊണ്ട് പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ കലിമത്തു ഷഹാദ അദ്ദേഹത്തിന് അഖീദപരമായി വിശ്വാസപരമായി നന്നാക്കുകയും അദ്ദേഹത്തിനെ ബയ്യത്ത് ചെയ്യുകയും ചെയ്യുന്നു. ഈ മഹാമനുഷ്യൻ കണ്ട ദൃഷ്ടിയിൽ തന്നെ ഇങ്ങനെ ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ അനുഭവജ്ഞാനം അനുമാനജ്ഞാനം വെച്ച് നോക്കുമ്പോൾ അനുഭവജ്ഞാനത്തിന് തെറ്റുപറ്റുകയില്ല, അനുമാനജ്ഞാനത്തിന് തെറ്റുപറ്റുകയും പറ്റാതിരിക്കുകയും ചെയ്യും. സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ ഇത്രയും മഹാരഥന്മാരുമായി ഗുരുശിഷ്യ ബന്ധം, സാക്ഷാൽ ബന്ധം സൃഷ്ടിക്കുകയും ഇങ്ങനെയുള്ള ഗുണമേന്മകളുള്ള വിജ്ഞാനങ്ങൾ മുഴുവനും കരസ്ഥമാക്കുകയും ചെയ്ത മഹൽ വ്യക്തിയാണ്. അപ്പോൾ ഗർഭസ്ഥ ശിശുവിന് വരെ ഗർഭത്തിൽ പേരിട്ട് കൊടുത്ത് എൻ്റെ അറിവിലുണ്ട്. എനിക്കിപ്പോൾ അത് പറയേണ്ട നിങ്ങൾ ഇതിന് പ്രചാരത്തിൻ്റെ ആളല്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ ഗുണം നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്, ഒരു പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. ഇത്തരം ഗുണമേലുകൾ സമ്മേളിച്ച ഇദ്ദേഹത്തിൻ്റെ കഴിവ്, ആ ചൈതന്യങ്ങൾ വീര്യത്തിൽ നിന്നിട്ടാണ് ഇദ്ദേഹം വളർന്നതെങ്കിൽ ഈ ലോകത്തുള്ള സർവ്വത്തിൻ്റെയും നേതൃത്വം അദ്ദേഹത്തിൽ തന്നെയാണ്. എൻ്റെ മാന്യ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, ആ നിലക്ക് സർവാധാരവുമുള്ള ഇങ്ങനെയുള്ള ചൈതന്യങ്ങൾ, വീര്യങ്ങൾ ഇന്നും അവരുടേതായ അഭൗതിക ലോകത്തിരുന്നു കൊണ്ട് ഈ കാണുന്ന പ്രപഞ്ചത്തിലൊത്താകെ ഇലാഹിയായ പ്രകാശം വിതറിക്കൊണ്ടിരിക്കുന്ന ഈ മഹാരഥന്മാരുമായി അദ്ദേഹം ഇടപഴകുന്നു, പ്രശ്നങ്ങളുടെ പരിഹാരവും തേടുന്നു എന്നതാണ് യഥാർത്ഥം. എവിടെയായിരുന്നാലും, അത് റിയാദ് ആസ്പത്രി കോർട്ടിലായിരുന്നപ്പോഴും മറ്റല്ലാതെ കോർട്ടിലല്ലാതായപ്പോഴും സർവ്വ കുടുക്കളിലായ സമയത്തും എല്ലാത്തിൻ്റെയും പ്രശ്നത്തിൻ്റെ പരിഹാരം അഭൗതിക ലോകത്തിരുന്നുകൊണ്ട് മഹാരഥന്മാരായ ഇത്തരം ആളുകളിൽ നിന്ന് അവരുടെ വീര്യം, ചൈതന്യം അദ്ദേഹവുമായി ആശയവിനിമയം ചെയ്യുകയും പ്രശ്നപരിഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തിരുന്നു എന്നതാണ്
ചുരുക്കം ചിലർ അറിയുകയും ചിലർക്ക് പറയുമ്പോൾ മനസ്സിലാവുകയും ചെയ്യും. വിവരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് മർക്കസ് സമ്മേളനത്തിന് എല്ലാ കാര്യങ്ങളും ഓരോന്ന് എടുത്ത് വിവരിക്കുകയാണെങ്കിൽ സാധ്യമല്ല. അതിൻ്റെ ബയാൻ മർക്കസ് യത്തീംഖാനുണ്ടെന്ന് പറഞ്ഞ് യത്തീം കുട്ടികളെ പാറന്നൂർ ഉസ്താദിൻ്റെ അടുത്ത് 3 ചാക്ക് അരി കൊണ്ടുപോയിട്ട് ഇട്ടുകൊടുത്ത് യത്തീം കുട്ടികൾക്കാണെന്ന് പറഞ്ഞു കണ്ട് PP ഉസ്താദിനോട് അപ്പം തന്നെ പോകല്ലിന്ന് പറഞ്ഞ് ജീപ്പുകാരനോട് പോകല്ലിന്ന് പറഞ്ഞ് എടുത്ത് അതി കയറ്റിയെന്ന് പറഞ്ഞ് സാക്ഷാൽ യത്തീമുള്ളത് മർക്കസിലാണ്ടുകൊണ്ടിരിക്കോളിന്ന് പറഞ്ഞ് ഇവിടെ യത്തീമോ എല്ലാത്തതും ഉണ്ട്. യത്തീം എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കാൻ പറ്റുന്ന സാക്ഷാൽ യത്തീമീങ്ങളുള്ളത് മർക്കസിലാണ്. ഇതാ എടുത്തോളി എന്ന് പറഞ്ഞ് ചാക്കപ്പത്തന്നെ ഇടിപ്പിച്ചു. PP ഉസ്താദ് നേരെ പറഞ്ഞാണ്, കണ്ടവരും പറഞ്ഞാണ്. അപ്പോൾ AP ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ഒരു യത്തീമിൻ്റെ ബാധ്യത സാധാരണ യത്തീമിനെ സംബന്ധിച്ചല്ല. യത്രബസിന് 40 അശൂരി അർഷറൻ പരിശുദ്ധ ഖുർആൻ ഇലാഹിയായ വചനം. ഭർത്താക്കന്മാർ മരിച്ച സ്ത്രീകൾ 4 മാസവും 10 ദിവസവും പ്രതീക്ഷിക്കട്ടെ, അവർ ഹിദ്ദയിലിരിക്കണം. അതിന് നിബന്ധനകൾ അനുസരിച്ച് എവിടെ നിന്ന് മരിച്ചു, എവിടെയായിരുന്നു ഇവൾ, എവിടെ ഇരിക്കണം, ഇതൊക്കെ നിബന്ധനകൾ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ വസ്ത്രങ്ങൾ ധരിക്കണം, എങ്ങനെയൊക്കെ എല്ലാം പറഞ്ഞിട്ടുണ്ട്. കർമ്മശാസ്ത്രം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. 4 മാസവും 10 ദിവസവും. ഈ മരണപ്പെട്ട ഈ സ്ത്രീയുടെ ഹിദ്ദ ഭർത്താവിൻ്റെ മരണത്തോടുകൂടി കഴിയും. ഒരു പ്രസവിക്കുന്നതിൻ്റെ 2 ദിവസമോ 3 ദിവസം ആകുമ്പോൾ ഭർത്താവായിട്ട് മരിച്ചാൽ ഈ കുട്ടിയുടെ ഉത്തരവാദിത്വം ഈ കുട്ടിയുടെയും തള്ളൻ്റെയും ആരെ ഏറ്റെടുക്കും? ദുബൈക്കാരായ ചില ആളുകളെ മാനിച്ചുകൊണ്ടാണ് മറുപടി. ഭൂരിപക്ഷം കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം മുറും പട്ടിണി. ഈ കുട്ടിക്ക് മുല കൊടുക്കണം, വളർത്തണം, അവൾ ജീവിക്കണം, ആര് കൊണ്ടുപോയി കൊടുക്കണം, 4 മാസം 10 ദിവസം പ്രതീക്ഷിക്കുകയും വേണം. എന്താണ് സ്ഥിതി? കണ്ണുനീരും കയ്യല്ലേ, കണ്ണിന്ന് ചോരയെ വരിക. മുഖ്തലത്തമ്പി ദമി. ഈ കുടുംബത്തിൻ്റെ സ്ഥിതി, ഇതിൻ്റെ മുഖത്ത് നോക്കുന്നവരുടെ സ്ഥിതി, ഉമ്മയുടെ സ്ഥിതി, ബാപ്പയുടെ സ്ഥിതി, നാട്ടുകാർ, അയൽവാസികൾ മുഴുവൻ ഇതാണ് കാണുന്നത്. കൈക്കുഞ്ഞുമായിട്ട് 4 മാസം 10 ദിവസം ഇരിക്കുന്ന സ്ത്രീയെ, അവൾക്ക് ഒരു ആഹാരം കൊടുക്കാൻ ഒരാളില്ല, അതിന് കഴിവില്ല കുടുംബത്തിലെ, അവരതന്നെ തികയുന്നില്ല. ഈ കുട്ടിയെ സംരക്ഷിക്കേണ്ട ബാധ്യത ഈ സ്ത്രീക്ക്. ഇതുമായിട്ട് എങ്ങനെ ജീവിക്കും? എന്തൊരു ദുസ്സഹമാണ്. എന്നാൽ AP ഉസ്താദിൻ്റെ യത്തീമിൻ്റെ വളർത്തലെങ്ങനെയെന്നറിയാം. ആ പെണ്ണിനുള്ള ചിലവും കുട്ടികളുടെ ചിലവും, കുട്ടികൾ ഡോക്ടർ പരിശോധന, ഔഷധങ്ങൾ, ഭക്ഷണം ആവശ്യമായത്, അതിനെ സംരക്ഷിക്കുന്ന പോരുന്ന ഉമ്മാക്കളുടെ ചിലവും അത് നോക്കിയിട്ട് രണ്ടിനും ഒരുപോലെ തുല്യമായി വളർത്തിയിട്ട് ആവുന്ന സമയത്തേക്ക് അങ്ങോട്ട് വിളിക്കും. അതുവരെ ഈ കുട്ടിയെ അങ്ങോട്ട് എത്തിക്കുന്ന പ്രായം വരെ ഈ കുട്ടിയുടെ സംരക്ഷണം ഈ ഉമ്മയിൽ ഏൽപ്പിക്കുകയും ഉമ്മയുടെ ചിലവും ഈ കുട്ടിയുടെ ചിലവും AP ഉസ്താദ് നിർവഹിക്കുന്ന ആ ദിവസം മുതൽക്ക്. നിങ്ങൾ ആരെങ്കിലും ഇതിൻ്റെ ഐഡിയ കണ്ടിട്ടുണ്ടോ? AP ഉസ്താദിൻ്റെ പണി എന്താ നിങ്ങൾ ആരെങ്കിലും കണ്ടു? കിണർ അവിടെ കുഴിച്ചു, ഇവിടെ ഒക്കെ കുഴിക്കും. പക്ഷേ AP ഉസ്താദ് ചെയ്യുന്നതും നമ്മൾ ചെയ്യുന്നതും കൂടി തമ്മിലുള്ള താരതമ്യം ചെയ്യുമ്പോഴാണ് കണ്ണിൽ നിന്ന് നമുക്ക് തന്നെ കണ്ണുനീര് വരുന്നത്. ആ തള്ളയുടെ സ്ഥിതിയും കുഞ്ഞിൻ്റെ സ്ഥിതി, ഇത് കാണുന്നവരുടെ സ്ഥിതി, അത് മുഴുവനും പരിഹാരം. എന്നിട്ട് ഈ കുട്ടി നടന്ന് ചെല്ലാവുന്ന ഒരു ഗതിയിലെത്തുമ്പോഴാണ് ഈ കുട്ടിയെ അവിടെ ഏൽപ്പിക്കുന്നത്. അത് മുതൽക്കാണ് ഈ കുട്ടിയുടെ ഉത്തരവാദിത്വം. അതിൻ്റെ ഉള്ളിൽ വിവാഹം ചെയ്യണമെങ്കിൽ മറ്റേ പെണ്ണിന് വിവാഹം ചെയ്യാം, അതിൻ്റെ സംരക്ഷണം ചെയ്യുന്നു. ഈ നിലക്കാണ് അനാഥ സംരക്ഷണം. നടക്കാനും ഓടാനായപ്പോൾ ചെന്നുള്ള അനാഥയല്ല, അതും അനാഥ തന്നെ അതിൻ്റെ പ്രായം വരെ. AP ഉസ്താദ് അവല് മുതൽക്ക് തന്നെ ഈ ഘട്ടം മുതൽ അതറിഞ്ഞാൽ, അദ്ദേഹത്തെ അറിയിച്ചാൽ അവർക്കുള്ള ശമ്പളം, ഈ കുട്ടിയെ നോക്കുന്നതിനുള്ള വേതനവും ആ കുട്ടികളുടെ സംരക്ഷണവും വൈദ്യുതി എല്ലാം AP ഉസ്താദിൻ്റെ റിസ്കിൽ അത് സ്വന്തം റെസ്പോൺസിബിൾ അദ്ദേഹം എടുക്കുകയും അത് പൂർണ്ണമായി നിർവഹിക്കുകയും കുട്ടി ഒരു പാകത്തിലും പക്വതയിലും എത്തുന്ന സമയത്ത് മർക്കസ് ഏറ്റെടുക്കുകയും അവിടെ യത്തീമിൻ്റെ സ്ഥാനത്ത് കുട്ടി ചേർക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ ആരാണ് ചെയ്യുക? യത്തീമീങ്ങൾ അവിടെ ഉണ്ട്. യത്തീമീങ്ങളെ വളർത്തുന്നത് എന്ത് യത്തീമീങ്ങൾ? ഈ കാര്യം നിങ്ങൾ ആരെങ്കിലും അറിയോ? ഇതെന്താ സ്ഥിതി എന്നുള്ള ആ വീട്ടിൽ നിങ്ങൾ പോയിക്കണോ ഈ ദുഃഖം? അപ്പോൾ എല്ലാ കാര്യങ്ങളും AP ഉസ്താദ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളത് അന്വേഷിച്ച് അതിൽ ഇറങ്ങുമ്പോഴേ അതിൻ്റെ ഗാംഭീര്യം, ഗൗരവവും മറ്റുള്ളതിനോട് താരതമ്യമായി തമ്മിൽ ചെയ്യുമ്പോഴുള്ളതായ വ്യത്യാസങ്ങളും മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മളും കരഞ്ഞു പോകും. അവരത് വിവരിക്കുമ്പോൾ, ഈ കുട്ടി വിവരിക്കുമ്പോൾ, അതിൻ്റെ ഉമ്മയും കുടുംബവും അയൽവാസികളും ഒക്കെ ഈ കാര്യം വിവരിക്കുമ്പോഴാണ് നമുക്ക് കണ്ണിന്ന് വെള്ളം വരുന്നത്. അങ്ങനത്തെ പ്രവർത്തനങ്ങളാണ് കാരുണ്യ പ്രവർത്തനം അദ്ദേഹത്തിൻ്റെ. ഇസ്രായേലിൽ കൊല ചെയ്തിട്ടുള്ള ആയിരക്കണക്കിൽ നമ്മളുടെ
തൗഹീദിൻ്റെ കക്ഷികൾ മുസ്ലിം സമൂഹത്തിനെ വധിക്കപ്പെട്ട് ദുഃഖത്തിലാണ്. അർഹമുറാഹിമീനായ തമ്പുരാനെ, ഈ ദുഷ്ടരുടെ ആക്രമണത്തിൽ നിന്നും അവരെ പീഡിപ്പിക്കലിൽ നിന്നും നീ അവരെ പരാജയപ്പെടുത്തി, ഉദവിയെടുത്തി, അവരുടെ ശക്തികളെ നീ പരാജയപ്പെടുത്തി, അവർക്ക് നീ മനസ്സിന് നീ ഇസ്സത്തും ഐശ്വര്യവും ശക്തിയും കൊടുക്കണം റഹ്മാനെ. അതിനൊക്കെ കഴിവുള്ളവനാണല്ലോ നീ. രാജ്യത്തിനെ മാറ്റാൻ നിനക്ക് കഴിയും. അന അക്സർമിങ്ക മാലം നഫറ, അള്ളാഹുവിന് ഈ ഇടത്തിനെ മാറ്റാൻ കഴിയും. ലൂത്ത് നബിൻ്റെ കാലത്തുള്ള കഥയും ചോദിച്ചിട്ടാണ് ഞങ്ങളൊപ്പം നടക്കുകയായിരുന്നു നാട്ടുകാർ. എന്നിട്ട് ഇപ്പോൾ ആ രാജ്യം എവിടെ ഉണ്ട് വെയില് കെട്ടിക്കണമെന്ന് അവിടെ കൂടി പോകുമ്പോൾ താന്നു പോവുക. ലാത്തൂരിൽ എന്തുണ്ടായി, ഗുജറാത്തിൽ എന്തെല്ലാം സംഭവങ്ങളുണ്ടായി. അപ്പോൾ അവിടെ താന്ന് എടുക്കുക. ഒരറ്റ വീടും ബാക്കിയായിട്ടില്ല, ഒരൊറ്റ ഒരുത്തനും ജീവിക്കുകയും ചെയ്തിട്ടില്ല. അപ്പം അടുത്ത ഇന്ത്യയിൽ തന്നെ അല്ലേ ഉണ്ട്. അള്ളാഹുവിന് കഴിയും ദുർബലരെ ബലവാന്മാരാക്കാൻ, ഈദുകളൊക്കെ നിശ്ചലമാക്കാൻ, അർത്ഥശൂന്യമാക്കാൻ ഒക്കെ റബ്ബിന് കഴിയും. അതൊക്കെ കഴിഞ്ഞെന്നല്ലേ, ഇന്നും കഴിയല്ലോ, എന്നും കഴിയല്ലോ. എല്ലാം തെഞ്ഞതില്ല സുന്നത്തില്ലാഹി തബ്ദീല. പടച്ചവനെ, അവരെ നീ ഒരുപാട് കാലമായി റഹ്മാനായ സയ്യിദാ തബന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിൻ്റെ ബർക്കത്ത് കൊണ്ട്, അതിൻ്റെ മഹത്വം കൊണ്ട്, അതിൻ്റെ സർവസ്വം കൊണ്ട് നിന്നോട് അസ്വലുക്ക, നിന്നോട് ഞങ്ങൾ ചോദിക്കണം റഹ്മാനെ സ്വലുക്ക. അവരെ നീ വിജയിപ്പിക്കണം റഹ്മാനെ. ഇനി അവരെ ദുഃഖിപ്പിക്കരുത് റഹ്മാനെ. ഞങ്ങൾ ഒട്ടനവധി ആളുകളും അതുകൊണ്ട് ഖേദപ്പെടുകയും ദുഃഖിക്കുകയും കരയുകയും ചെയ്യുന്ന റഹ്മാനെ. മുഅ്മിനീങ്ങളുടെ അവിടെയുള്ള സ്നേഹം അത് നീ കണക്കിലെടുത്ത് സർവ്വരോടുള്ളതായ നീ സ്നേഹിക്കുന്ന സർവ്വരുടെയും സ്നേഹത്തിൻ്റെ ഭാഗമായി അവരെ ഈ സെക്കൻഡ് മുതൽക്ക് ദുഃഖത്തിൽ നിന്ന് നീക്കണം റഹ്മാനെ. സന്തോഷം ചൊരിഞ്ഞു കൊടുക്കണം റഹ്മാനെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يقولون لئن رجعنا إلى المدينة ليخرجن الأعز منها الأذل ولله العزة ولرسوله وللمؤمنين ولكن المنافقين لا يعلمون. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. إن الله يبعث على رأس كل 100 سنة من يجدد لها شفيعنا وحبيبنا محمد رسول الله. أحب الصالحين ولست منهم لعلي أن أنال بهم شفاعة. اللهم صل وسلم على رسولك سيدنا محمد وعلى آله وأصحابه وأتباع سيدنا ومولانا محمد. ആദരണീയനായ നമ്മുടെ എല്ലാമായ സയ്യിദ് യൂസുഫുൽ ജീലാനി തങ്ങളവറുകൾ, മറ്റു സാദാതീങ്ങൾ, ആലിമീങ്ങൾ, പണ്ഡിതന്മാർ, എൻ്റെ പ്രിയപ്പെട്ട അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ പ്രവർത്തകർ, ഞങ്ങളുടെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ എല്ലാം കേന്ദ്രമായ മർക്കദു സഖാഫത്തി സുന്നിയയുടെ 35ാം വാർഷിക 16ാം സനദ് ദാന സമ്മേളനം ഈ വരുന്ന ജനുവരി 4, 5, 6 തീയതികളിൽ കോഴിക്കോട് മർക്കസ് നഗറിൽ നടക്കുമ്പോൾ അതിന്റെ പ്രചരണാർത്ഥം സംഘടിപ്പിക്കപ്പെട്ട ഈ മഹത്തായ ആദർശ സമ്മേളനത്തിലാണ് നാം ഉള്ളത്.
അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊരുത്തമുള്ള മജ്ലിസായി അല്ലാഹു ഇതിനെ സ്വീകരിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, മർക്കസിനെ സംബന്ധിച്ചും മഹാനായ ഖമറുൽ ഉലമ ഉസ്താദിനെ സംബന്ധിച്ചും ആധികാരികമായി തന്നെ വന്യരായ നമ്മുടെ മുർഷിദും എല്ലാമായ സയ്യിദ് അവറുകൾ ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു. ഈ ഇരിക്കുന്ന നമ്മളെക്കാളെല്ലാം എപി ഉസ്താദിനെയും ഖുതുബുൽ ആലമിനെയും അതുപോലെ തന്നെ മർക്കസിനെയുമെല്ലാം നേരിട്ട് അറിയുകയും അനുഭവത്തിലൂടെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത തങ്ങളവരുടെ വാക്കുകൾ വിശദീകരിക്കുക മാത്രമേ ഇനി ഞാൻ ചെയ്യുന്നുള്ളൂ. അള്ളാഹു നമ്മുടെ സദാത്യങ്ങൾക്കും എല്ലാ നേതാക്കൾക്കും അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, മർക്കസിനെ സംബന്ധിച്ച് പറയുമ്പോൾ തങ്ങളവர்கள் ഇവിടെ എപി ഉസ്താദിലൂടെയാണ് മർക്കസിനെ പരിചയപ്പെടുത്തിയത്. മർക്കസിന്റെ ബാനിയെ കുറിച്ച് പറയാം എന്ന് തുടങ്ങിയിട്ടാണ് ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ തന്റെ പ്രസംഗം തുടങ്ങിയത് തന്നെ. കാരണം മർക്കസും എപി ഉസ്താദും അങ്ങനെയാണ്. മർക്കസിന്റെ ചരിത്രം പറയുമ്പോൾ എപി ഉസ്താദിനെ മാറ്റിവെച്ചിട്ടൊരു മർക്കസില്ല, മർക്കസിനെ മാറ്റിവെച്ചിട്ട് ഒരു എപി ഉസ്താദുമില്ല. രണ്ടും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ മർക്കസിന്റെ ചരിത്രം അത് എപി ഉസ്താദ് തന്നെയാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മഹാനായ ഖമറുൽ ഉലമ ഉസ്താദ് അവറുകൾ ലോകത്തിന് കാഴ്ചവെച്ച മഹത്തായ വൈജ്ഞാനിക വിപ്ലവവും അതുപോലെ സർവമേഖലയിലും ഉസ്താദ് വഹിച്ച പങ്ക് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഞാൻ പറഞ്ഞു അവസാനിപ്പിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ പ്രവാചകരാണെന്ന് നമുക്കറിയാം. അവിടുന്ന് അറഫ മൈതാനിയിൽ വെച്ച് നടത്തിയ പ്രഭാഷണത്തിൽ ഓർമ്മപ്പെടുത്തിയത് അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഈ ദിവസം നിങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ ദീനിനെ പൂർത്തിയാക്കി തന്നിരിക്കുകയാണ്. അല്ലാഹുവിന്റെ നിഅമത്തുകൾ ഇതാ ഇവിടെ പൂർണ്ണമാക്കി തന്നിരിക്കുന്നു എന്ന് പ്രിയമുള്ള സഹോദരന്മാരെ, വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ഓതിക്കൊണ്ട് ലോകത്തിന്റെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ഓർമ്മപ്പെടുത്തി. ഞാനത് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം മുസ്ലിം ലോകത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തത് പണ്ഡിതന്മാരായിരുന്നു. അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, അംബിയാക്കളുടെ അനന്തരാവകാശികൾ പണ്ഡിതന്മാരാണെന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തി. അങ്ങനെയാണ് 4 ഖലീഫമാർ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, നമ്മുടെ എല്ലാവരുടെയും രക്ഷാകവചമായ ഈ 4 മഹാ ഖലീഫമാർ അൽഹംദുലില്ലാഹ് സുന്ദരമായ ഭരണം ഇസ്ലാമിക രാജ്യത്ത് കാഴ്ചവെച്ചു. അവിടെ ഇങ്ങോട്ട് നിങ്ങൾ നോക്ക്, മഹോന്നതരായ പണ്ഡിതന്മാർ മുസ്ലിം ലോകത്തിന് നേതൃത്വം നൽകി. ബഹുമാനപ്പെട്ട ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു, നമ്മുടെ ഇമാമായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാം അഹ്ലുസ് സുന്ന ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ
റളിയല്ലാഹു അൻഹു, ഞാൻ പറയുന്നത് മുസ്ലിം ലോകം എപ്പോഴും നേതൃത്വം പണ്ഡിതന്മാരുടെ കൈകളിലാകുമ്പോൾ, സാദാത്യങ്ങളുടെ കൈകളിലാകുമ്പോൾ അവർ സുരക്ഷിതരാണ്. തീർച്ചയായും നമുക്ക് അത് ഞാൻ വെറുതെ പറയുന്നതല്ല. സഹോദരന്മാരെ, മഹാനായ സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമായി പറഞ്ഞ ഒരു ഹദീസ് തന്നെ ഞാൻ ഇവിടെ മർക്കസിനെ സംബന്ധിച്ച് പറയുമ്പോൾ, എപി ഉസ്താദിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഞാൻ ഇവിടെ എടുത്തു വെക്കുകയാണ്. ഇമാം തുബ്രാനി, അതുപോലെ ഇമാം അബൂ ദാവൂദ്, ഇങ്ങനെ തുടങ്ങി ഇമാം ബൈഹഖി, ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹും തുടങ്ങിയ മഹത്തുക്കളായ പണ്ഡിതന്മാരെല്ലാം അവരുടെ ഹദീസിന്റെ കിതാബുകളിൽ കൊണ്ടുവരുന്ന ഹദീസ് നോക്കൂ നിങ്ങൾ. മഹാനായ സയ്യിദുനാ വഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് അബൂ ഹുറൈറ തങ്ങളാണ് ഉദ്ധരിക്കുന്നത്. ഇന്നല്ലാഹ യബ്അസു അലാ റഅസി കുല്ലി മിഅ. കണ്ടോ, ഓരോ നൂറ്റാണ്ടിലും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഓരോ നൂറ്റാണ്ടിലും ഒരു 100 കൊല്ലം കഴിയുമ്പോൾ അല്ലാഹു തആല ഈ ഉമ്മത്തിലേക്ക് പറഞ്ഞേക്കും മൻ യുജദ്ദിദു ലഹാ, ഈ ഉമ്മത്തിന്റെ കാര്യങ്ങൾ നോക്കാൻ, ഈ ഉമ്മത്തിന്റെ കാര്യങ്ങളെ പരിപോഷിപ്പിക്കാൻ, ഈ ഉമ്മത്തിനെ ആത്മീയതയിലൂടെ വളർത്തിയെടുക്കാൻ, പുത്തൻവാദങ്ങൾ വരുമ്പോൾ അതിനെ തകർത്തെറിയാൻ, പുത്തൻവാദങ്ങളെ നശിപ്പിക്കാൻ, ഇൽമും തഖ്വയും ലോകത്ത് വ്യാപിപ്പിക്കാൻ പറ്റുന്ന വലിയ വലിയ ആലിമീങ്ങളെ, മുജദ്ദിദീങ്ങളെ അല്ലാഹു പറഞ്ഞേക്കുമെന്ന് ഇവിടെ രേഖപ്പെടുത്തിയത് ലോകത്തിന്റെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഈ ഹദീസ് ധരിച്ചുകൊണ്ട് മുല്ലാ അലിയുൽ ഖാരി റഹിമഹുല്ലാഹ് പറഞ്ഞൊരു വാചകം മിർഖാത്തിൽ നമുക്ക് കാണാം. എന്താണ് മൻ യുജദ്ദിദു ലഹാ എന്നതിന്റെ അർത്ഥം? ഐ യുബയ്യിനു സുന്നത മിനൽ ബിദ്അ. അതാണ് ഇമാം മുല്ലാ അലിയുൽ ഖാരി തങ്ങൾ അതിനർത്ഥം പറഞ്ഞത്. ഓരോ നൂറ്റാണ്ടിലും ബിദ്അത്തിൽ നിന്ന് സുന്നത്തിനെ വ്യക്തമാക്കി കൊടുക്കുന്ന ഒരു പണ്ഡിതൻ മാത്രമല്ല, വയുക്സിറുൽ ഇൽമ, ഇൽമിനെ എല്ലാ സ്ഥലങ്ങളിലും വ്യാപിപ്പിക്കുന്ന മാത്രമല്ല, വയുഇസ്സു അഹ്ലഹു, പ്രത്യേകമായി എടുത്തു പറയേണ്ട ഒരു വചനമാണത്. ഇൽമിന്റെ അഹ്ലുകാർക്ക് ഇസ്സത്ത് ഉണ്ടാക്കി കൊടുക്കുന്ന, ഇൽമിന്റെ അഹ്ലുകാർക്ക് അഭിമാനമുണ്ടാക്കി കൊടുക്കുന്ന ഒരു മഹാപ്രതിഭയെ അല്ലാഹു തആല പറഞ്ഞേക്കുമെന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം. അതേ, എന്റെ ഈ നൂറ്റാണ്ടിലെ ആ പണ്ഡിതനാണ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു. ഇങ്ങനെ തുടങ്ങിയിട്ട് ലോകത്ത് മുഴുവനും പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ മുസ്ലിം സമുദായത്തിന്റെ എല്ലാ ഉയർച്ചയും പണ്ഡിതന്മാരുടെ നേതൃത്വവും സാദാത്യങ്ങളുടെ അംഗീകാരവും എല്ലാം കൂടുമ്പോഴാണ് ഈ സമുദായത്തിന്റെ നേതൃത്വം പൂർണ്ണമാകുന്നത്. അൽഹംദുലില്ലാഹ്, ഈ ഹദീസും ആയത്തും ഒക്കെ മുന്നിൽ വെച്ചുകൊണ്ട് നാം ചർച്ച ചെയ്യുമ്പോൾ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ വിശുദ്ധ ഇസ്ലാമിന്റെ പ്രകാശമെത്തിയ നമ്മുടെ ഈ കേരളക്കരയിൽ ഒരുപാട് സാദാത്യങ്ങൾ ഇവിടെ ജീവിച്ചു, ഒരുപാട് ആലിമീങ്ങൾ ഇവിടെ ജീവിച്ചു. നമുക്കറിയാം, ബഹുമാനപ്പെട്ട മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു, അല്ലാഹു അവിടുത്തെ ബർക്കത്ത് കൊണ്ട് നമ്മളെ വിജയിപ്പിക്കുമാറാകട്ടെ. അതിനുശേഷം വന്ന ധാരാളം പണ്ഡിതന്മാർ, ഖുത്ബുസ്സമാൻ സയ്യിദ് അലവിൽ മൻഫുറമി, അല്ലേ, ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. നോക്കൂ നിങ്ങൾ, അപ്പോ മഹാന്മാരായ പണ്ഡിതന്മാരോടുള്ള ഇവർക്കുള്ള ബന്ധം ഞാൻ ഓർക്കുന്നു. ഈ അടുത്ത് വാറ്റുപുഴയിൽ ഞങ്ങൾ വാദപ്രതിവാദത്തിന് വേണ്ടി ചെന്നപ്പോ നിങ്ങൾ മനസ്സിലാക്കണം, അല്ലാഹു തആല വലിയ ഇസ്സത്ത് തരാനുള്ള കാരണം എന്താണെന്നറിയോ? വാദപ്രതിവാദത്തിന് വേണ്ടി ഞങ്ങളെ പറഞ്ഞയക്കുന്നത് ബഹുമാനപ്പെട്ട ഈ നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന സയ്യിദ് അവറുകളാണ്. നിങ്ങൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട യൂസുഫുൽ ജിലാനി തങ്ങൾ ഞങ്ങളെ ഖുത്ബുസ്സമാനിന്റെ സമീപത്ത് കൊണ്ടുപോയി ധൈര്യത്തോടെ പൊയ്ക്കോ എന്ന് പറഞ്ഞു തന്നിട്ടാണ് വാദപ്രതിവാദത്തിന് വരെ നമ്മളെ വിടുന്നത്. ഞാൻ പറയുന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ രക്ഷാ കവചമായി നമുക്ക് എപ്പോഴും മുമ്പിലുള്ളത് നമ്മുടെ സദാത്യങ്ങളും നമ്മുടെ ആലിമീങ്ങളുമാണ്. നമുക്കറിയാം, ഞാൻ പറയണ്ട, ഈ നാട്ടുകാരോട് പറയേണ്ടതില്ല, ബഹുമാനപ്പെട്ട ഉമർ ഖാദി റളിയല്ലാഹു അൻഹു, അല്ലാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കുമാറാകട്ടെ. മഹാനായ പുത്തൻപള്ളി കുഞ്ഞി അഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു ബർഖദ തുടങ്ങി എത്രയെത്ര മഹാരഥന്മാർ പറയേണ്ടതില്ല. പൊന്നാനി സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു, ഈ കേരള
കരക്ക് ഇസ്ലാമിക വൈജ്ഞാനിക രംഗത്ത് വലിയ വിപ്ലവം സൃഷ്ടിച്ച മഹാന്മാരായ മഖ്ദൂമികൾ. ഇന്ന് നിങ്ങൾ പൊന്നാനി പള്ളിയിൽ പോയാൽ കാണാം, അവിടെ ഒരു വിളക്ക് കത്തിച്ചു വെച്ചിരിക്കുന്നു. ഏതാണ് ഈ വിളക്ക്? ഇതിനാണ് ഈ വിളക്ക്. അതേ, അന്നത്തെ പണ്ഡിതന്മാർക്ക് ദർസ് നടത്താൻ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂമുകൾ ഇരുന്നിരുന്ന സ്ഥലം ഇന്നും അതിന്റെ സ്മരണ നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത്, അപ്പൊ എല്ലാ കാലത്തും പണ്ഡിതന്മാരാണ് ഈ സമൂഹത്തെ നയിക്കേണ്ടത്. മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് രൂപം നൽകിയപ്പോ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഓരോ പണ്ഡിതന്മാർ ഓരോ കാലത്തും അതിന് നേതൃത്വം നൽകിക്കൊണ്ടിരുന്നു. അങ്ങനെ നിങ്ങൾ ഇങ്ങനെ നോക്ക്, പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരെ പോലെയുള്ള ധാരാളം മഹാരഥന്മാർ നമ്മുടെ നേതൃരംഗത്ത് കഴിഞ്ഞുപോയി. മഹാനായ ശംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ, റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ് തുടങ്ങിയ ഒരുപാട് നേതാക്കൾ. ഞാൻ പറയുന്നത് മഹാനായ ശൈഖുനാ ഇ കെ ഹസൻ മുസ്ലിയാർ, ഇങ്ങനെ പറയേണ്ടതില്ല. ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ, അല്ലാഹു അവരുടെ ബർക്കത്ത് നമ്മുടെ സദസ്സിന് നൽകുമാറാകട്ടെ. ഇങ്ങനെയുള്ള പണ്ഡിതന്മാർ അവരാണ് യഥാർത്ഥത്തിൽ നമുക്ക് ദിശാബോധം നൽകിയവർ. അവരാണ് ഇവിടെ നവോത്ഥാനം കാണിച്ചവർ. വഹാബികൾ പറയുന്നത് എല്ലാ ഗുണവും ഉണ്ടായത് അവര് വന്നതിന്റെ ശേഷമാണ്. എല്ലാ ഓലെ അക്കൗണ്ടിലാണ്. നിങ്ങൾ അവരിവിടെ ഒരു ചുക്കും ചെയ്തിട്ടില്ല. ഇപ്പൊ അവര് തല്ലി പരസ്പരം തച്ചുകൊണ്ടിരിക്കൽ. ഇൻഷാ അല്ലാഹ് ഒന്ന് രണ്ടെണ്ണം ഞാൻ കാണിക്കും. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ പണ്ഡിതന്മാർക്കല്ലാതെ ഇവിടെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇനി ഞാൻ പറയുന്നത്, അപ്പോ അള്ളാഹുവിന്റെ ഔലിയാക്കൾ അവര് വെറുതെ അങ്ങ് ജീവിച്ചു പോകൂല. ശേഷമുള്ള ആളുകൾക്ക് വരെ ജീവിക്കാനുള്ള ആദർശത്തിന്റെ വഴി കാണിച്ചു കൊടുത്തുകൊണ്ടാണ് ഇമാമീങ്ങളും ഔലിയാക്കളും ഒക്കെ വിട പറയുക. അക്കൂട്ടത്തിൽ ഞാൻ ഇവിടെ സ്മരിക്കുന്നത് ബഹുമാനപ്പെട്ട ഖുത്ബുൽ ആലം ശൈഖുനാ സിഎം വലിയുല്ലാഹി റളിയല്ലാഹു അൻഹു. അല്ലാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കുമാറാകട്ടെ. ഏറ്റവും കൂടുതൽ മഹാനായ സിഎം വലിയുല്ലാഹിയോട് ബന്ധപ്പെടാനും അവിടുന്ന് കിട്ടേണ്ടതെല്ലാം വാങ്ങാനും കഴിഞ്ഞ മഹാനാണ് ബഹുമാനപ്പെട്ട യൂസുഫുൽ ജീലാനി തങ്ങൾ. ഞാൻ പറയുന്നത്, ആർക്കെങ്കിലും ഖുത്ബുൽ ആലമിനെ കുറിച്ച് അറിയണമെങ്കിൽ അത് തങ്ങൾ അവരുകളെ സമീപിക്കണം. അതാണ് അതിന്റെ ഏറ്റവും നല്ല വഴി. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ ഖുത്ബുൽ ആലം സിഎം വലിയുല്ലാഹി ആകുന്ന മഹാൻ വെറുതെ അല്ല, ഖുത്ബ് എന്ന പേര് വെറുതെ കിട്ടുകൊടുത്തതല്ല. നിങ്ങൾ മനസ്സിലാക്ക്, ലോകത്തെ മുഴുവനും നിയന്ത്രിച്ചു. അക്കൂട്ടത്തിൽ അവിടുന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, പലരോടും പറഞ്ഞതാണ്, ദീനിന്റെ കാര്യം നോക്കാൻ ഞാൻ ഇവിടെ ഏൽപ്പിക്കുന്നത് മഹാനായ കുഞ്ഞിക്കോയത്തങ്ങളെയും എപിയെയും ഞാൻ ഏൽപ്പിക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട ഖുത്ബുൽ ആലം അവിടുന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സഹോദരന്മാരെ, മുസ്ലിം ലോകത്തിന്റെ നേതൃത്വം ഏതെന്ന് നമുക്ക് സംശയിക്കേണ്ടതില്ല. ലോകത്ത് മുഴുവനും പ്രശസ്തിയുള്ള പേരുള്ള പെരുമയുള്ള ബഹുമാനപ്പെട്ട ഖുത്ബുൽ ആലമിന്റെ തീരുമാനം ലോകത്ത് നടപ്പിലാവുകയായിരുന്നു. അതാണ് ഇന്ന് കാണുന്ന മർക്കസും അതുപോലെ ബഹുമാനപ്പെട്ട ശൈഖുനാ എപി ഉസ്താദിന്റെ എല്ലാ ഉയർച്ചയും. നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ ബഹുമാനപ്പെട്ട യൂസുഫുൽ ബുഖാരി തങ്ങളെ പ്രസംഗിച്ചപ്പോ ഊന്നി പറഞ്ഞ ഒരു സംഗതിയുണ്ട്. ആലിമീങ്ങളോടുള്ള ബന്ധം, ഔലിയാക്കളോടുള്ള ബന്ധം, ആ ബന്ധമാണ് എപി ഉസ്താദിന്റെ ഏറ്റവും വലിയ കറാമത്തായി, അല്ലെങ്കിൽ എപി ഉസ്താദിന്റെ പ്രത്യേകതയായി നമ്മുടെ ഉസ്താദുമാരെല്ലാം വരച്ചു കാണിക്കുന്നത്. പറഞ്ഞല്ലോ, എവിടെ ഒരു മഹാനുണ്ടെന്ന് പറഞ്ഞാലും അവിടെ എത്തും, ബറക്കത്തെടുക്കും. എല്ലാ ആലിമീങ്ങളുടെയും ആശീർവാദം നേടാൻ, അത് സമ്പാദിക്കാൻ മഹാനായ ഖമറുൽ ഉലമ ഉസ്താദ് അവർക്ക് സാധിച്ചു എന്നതാണ് ഉസ്താദിന്റെ ഏറ്റവും വലിയ നേട്ടം. ഞാനത് കൂടുതൽ പറയേണ്ടതില്ല, തങ്ങൾ അവരുടെ വിശദീകരിച്ചല്ലോ. ഖുത്ബുൽ ആലമിന്റെ ആശീർവാദം നേടാൻ ബഹുമാനപ്പെട്ട എപി ഉസ്താദിനായി എങ്കിൽ ഞാൻ പറയുന്നു, ഇന്നും ഖുത്ബുൽ ആലമിന്റെ നോട്ടം ബഹുമാനപ്പെട്ട എപി ഉസ്താദിനുണ്ട് എന്നതിന്റെ തെളിവാണ്. നിങ്ങൾ കേരള യാത്ര എടുത്തു നോക്ക്. എപി ഉസ്താദിന്റെ കേരള യാത്ര, ഉസ്താദിന്റെ യാത്രയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ കൂടെ ഉണ്ടായിരുന്നു. സദാത്യങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. എന്ത്
എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ആലിമീങ്ങളുടെ നോട്ടം. അതുകൊണ്ടാണ് ആര് എന്തെല്ലാം കുതന്ത്രങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടും കാര്യമില്ല. ആലിമീങ്ങളുടെ കാവൽ, ഔലിയാക്കളുടെ കാവൽ ബഹുമാനപ്പെട്ട എപി ഉസ്താദിന് അല്ലാഹു നൽകുകയാണ്. ഞാൻ ഇവിടെ കാണിക്കാം ഒരു മഹാനായ പണ്ഡിതനെ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. മക്കയിലെ പ്രശസ്ത പണ്ഡിതനായ മുഹമ്മദ് അലവി അൽ മാലിക്കി, ബഹുമാനപ്പെട്ട മുഹമ്മദ് മാലിക്കി എന്ന് പറയുന്ന ലോക പ്രശസ്ത പണ്ഡിതൻ, അല്ലാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കുമാറാകട്ടെ. നിങ്ങൾ ചിന്തിക്കണം, കേരളക്കരയിലെ പ്രധാനപ്പെട്ട 2 സമ്മേളനങ്ങളിലാണ് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലവി മാലിക്കി പങ്കെടുത്തത്. നോക്കൂ നിങ്ങൾ, ഇതൊക്കെ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളെ ഈ കേരളത്തിലേക്ക് കൊണ്ടുവന്നതാരാ? ആർക്കാണ് ഇതിന് ധൈര്യമുണ്ടായത്? എ പി ഉസ്താദിനോട് നമ്മളെങ്ങനെ നന്ദി പറയും? നമ്മുടെ ഈ കേരളത്തിന്റെ മണ്ണിലേക്ക് ബഹുമാനപ്പെട്ട മുഹമ്മദ് മാലിക്കിയെ പോലെയുള്ള ആളുകൾ കടന്നു വന്നുവെങ്കിൽ ഞാൻ പറയുന്നത് അതിന് വഴിയൊരുക്കിയത് നമ്മുടെ നേതൃത്വമാണ് എന്ന ബോധം പ്രിയപ്പെട്ട സഹോദരന്മാരെ നമുക്കുണ്ടാകണം. മർക്കസിന് ശിലയിട്ട ബഹുമാനപ്പെട്ട മുഹമ്മദ് മാലിക്കി. രണ്ടാമതായി വന്നു SYSന്റെ സമ്മേളനം, ഗോൾഡൻ ജൂബിലി കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് നടക്കുമ്പോൾ അവിടെ വെച്ച് കേരള ജനതയോട് പറഞ്ഞ ഒരു വാക്ക് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. നിങ്ങൾ ചിന്തിക്കണം, ചില്ലറക്കാരെല്ലാവരും സൗദി അറേബ്യയുടെ ഔദ്യോഗിക പത്രത്തിൽ മുഹമ്മദ് മാലിക്കിയുടെ വഫാത്തിന്റെ സമയത്തുണ്ടായ അത്ഭുതങ്ങൾ വരച്ചു കാണിച്ചിട്ടുണ്ട്. അന്നത്തെ സൗദി അറേബ്യയുടെ റേഡിയോ ചാനലുകൾ മുഴുവനും ബഹുമാനപ്പെട്ട മുഹമ്മദ് മാലിക്കി വഫാത്തായ ദിവസം ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടേയിരുന്നു. നിങ്ങൾ ഓർത്തു നോക്ക്, ഇത്രയധികം ആളുകൾ പങ്കെടുത്ത വിശാലമായ ജനാസ നിസ്കാരം സമീപകാലത്തൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് മക്കയിലുള്ള ആളുകൾ തന്നെ പറയുന്നത്. അത്രയും വലിയ പണ്ഡിതനായ മുഹമ്മദ് മാലിക്കി കേരളത്തിലേക്ക് വരാൻ പറഞ്ഞപ്പോ അവിടുന്ന് പറഞ്ഞത് ഞാൻ സമ്മതം കിട്ടിയാൽ വരാമെന്നാണ്. ആരെ സമ്മതാത്? ആരുടെ സമ്മതമാണ്? ബഹുമാനപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്ന് സമ്മതം കിട്ടിയാൽ വരാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൽ ഇഷ്കാരൊന്നുമില്ല. മുനാഫിക്കീങ്ങൾക്ക് ഇഷ്കാരം ഉണ്ടാവും. അവർക്കതിലൊക്കെ സംശയ. നമുക്ക് സംശയമുണ്ടോ? ഇല്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ അല്ലാഹുവിന്റെ റസൂലിന്റെ റൗദയിൽ കൊണ്ടുപോയി വെച്ചിട്ട് സ്വഹാബികൾ പറഞ്ഞില്ലേ? എന്താ പറഞ്ഞത്? ഇത് സിദ്ദീഖ് തങ്ങളുടെ ജനാസയാണ്, ഇതിവിടെ മറവ് ചെയ്യണമെന്നുണ്ട്. പക്ഷേ സമ്മതം കിട്ടിയാൽ മറവ് ചെയ്യാം. ആരോടാ സംസാരിച്ചത്? ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സമ്മതം കൊടുത്തില്ലേ? എവിടുന്ന്? ഇമാം റാസിയല്ലേ അത് റിപ്പോർട്ട് ചെയ്തത്. അപ്പൊ സമ്മതം കൊടുക്കാൻ ഏത് കാലത്തും കഴിയും. പക്ഷെ അതിനൊരു യോഗ്യതയിലെത്തണം. നമുക്ക് കിട്ടണില്ലല്ലോ, അവിടെ എത്തണം. അതാണ് വേണ്ടത്. കണ്ണെടുത്ത് നിഷേധിക്കുകയല്ല. ഞാൻ നോക്കൂ, നിങ്ങൾ എ പി ഉസ്താദിനെ കുറിച്ച് മുഹമ്മദ് മാലിക്കിയുടെ വാക്കുകൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. അല്ലാഹു അക്രമകും ബിഹിം أخونا في الله وهو المجاهد في سبيل الله هذا الشيخ الجليل الشيخ أبو بكر ابن أحمد الباقوي وهو رجل رأينا من جهاده ونشاطه وخدمته للدين ما ذكرنا بعهد الأئمة السابقين من السلف الصالحين رضي الله عنهم أجمعين. അൽഹംദുലില്ലാഹ്. ബഹുമാനപ്പെട്ട മുഹമ്മദ് മാലിക്കിയുടെ വാക്കുകൾ ലോകപ്രസിദ്ധനായ ഒരു പണ്ഡിതൻ എന്താ പറഞ്ഞത്? അല്ലാഹു തആല കേരളക്കാരെ മഹാനായ ശൈഖ് അബൂബക്കറിനെ കൊണ്ട് നിങ്ങളെ അല്ലാഹു ആദരിച്ചിരിക്കുന്നു. ഇൽമിന്റെ വഴിയിൽ, ഇസ്ലാമിന്റെ വഴിയിൽ, അള്ളാഹുവിന്റെ ദീനിനു വേണ്ടിയുള്ള സമരത്തിൽ ബഹുമാനപ്പെട്ട എ പി ഉസ്താദിന്റെ പങ്ക് വരച്ചു കാണിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ മക്കയിലെ വിശുദ്ധ പണ്ഡിതനായ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് മാലിക്കി തങ്ങളാണ്. നോക്കൂ നിങ്ങൾ, അവരോടുള്ള ആത്മീയ ബന്ധം ഇനി ഞാനൊന്നുകൂടി കാണിക്കാം. ഇന്ന് മക്കയിൽ ജീവിച്ചിരിക്കുന്ന ബഹുമാനപ്പെട്ട അബ്ബാസ് മാലിക്കി, നോക്കൂ നിങ്ങൾ, അവിടത്തെ കുറിച്ച് കൂടി ഞാൻ പറഞ്ഞു തരാം. ഇന്ന് നമുക്കറിയാം മർക്കസിന്റെ സമ്മേളനം, നിങ്ങളെ പ്രത്യേകം ക്ഷണിക്കേണ്ടത്, നിങ്ങൾ എല്ലാവരും വരുന്ന ഉറപ്പാ. നിങ്ങൾ നോക്ക്, മർക്കസിന്റെ സമ്മേളനത്തിൽ എത്ര അലിമീങ്ങൾ, എത്ര ഔലിയാക്കൾ എല്ലാവരും വരികയല്ലേ?
അങ്ങനെ ഈ ഒരു സമ്മേളനം എന്ന് പറഞ്ഞാൽ തന്നെ ലോകം മുഴുവനും മർക്കസിലേക്ക് ഉറ്റുനോക്കുന്ന രീതിയിലുള്ള സമ്മേളനങ്ങൾ. മർക്കസിന്റെ കഴിഞ്ഞ സമ്മേളനം നോക്കൂ നിങ്ങൾ. അബ്ബാസ് മാലിക്കിയുടെ വാക്കുകൾ ഞാൻ ഇവിടെ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. നമ്മളിപ്പോ എ പി ഉസ്താദിനെ ഖമറുൽ ഉലമ എന്ന് പറയുമ്പോ അത് നമ്മളാരെങ്കിലും കൊടുത്ത പേരാണ് ചിലരൊക്കെ തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട്. എ പി ഉസ്താദിന്റെ ശിഷ്യന്മാർ അല്ലെങ്കിൽ SSF-കാര് SYS-കാരിട്ട പേരാണ്. അങ്ങനെ ആരും മനസ്സിലാക്കണ്ട. വലിയ വലിയ അലിമീങ്ങളും വലിയ വലിയ സാദാത്യങ്ങളും ബഹുമാനപ്പെട്ട എ പി ഉസ്താദിന്റെ പവർ മനസ്സിലാക്കുകയും അവർ ആ ഉസ്താദിനെ ആദരവോടെ വിളിച്ച പേരാണ് ഖമറുൽ ഉലമ. നിങ്ങൾ മനസ്സിലാക്കണം, മർക്കസിന്റെ കഴിവ് വേറെ ഒന്നുമല്ല. ആലിമീങ്ങളോടുള്ള ബന്ധം, ഔലിയാക്കളോടുള്ള ബന്ധം, അത് നിങ്ങൾക്ക് മർക്കസിന്റെ ഏത് ഫംഗ്ഷൻ എടുത്താലും നിങ്ങൾക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് അബ്ബാസ് മാലിക്കി ബഹുമാനപ്പെട്ട എ പി ഉസ്താദിന് നൽകുന്ന പേര് നിങ്ങളൊന്ന് കണ്ടോളൂ സഹോദരന്മാരെ. അറേബ്യയിലെ വലിയ വലിയ പണ്ഡിതന്മാരാണ് ഇവരൊക്കെ, അത് നമ്മൾ മനസ്സിലാക്കണം. ഒന്ന് കേട്ടോളൂ അബ്ബാസ് മാലിക്കി അവരുടെ വാർത്ത. ومن العجائب أن البخاري قلبه في كيرلا وجسمه في بخارى. ونهنئ أيضا الإمام الكبير والداعية الشيخ أبو بكر، والذي نطلق عليه الآن بأنه يكون قمر العلماء. الشيخ أبو بكر قمر العلماء. فنشكر الله الذي جمعنا بهذه الكوكبة من العلماء ومن طلاب العلم، ونرجو منكم أيها الإخوان أن تتمسكوا بالدين وتتمسكوا بشيخكم الشيخ أبو بكر، فإنكم لو طفتم الهند لم تتحصلوا على رجل مجاهد بالعلم مثل الشيخ أبو بكر. ونحن بهذه المناسبة نهلل تهليل അറബ് ലോകത്തെ എല്ലാ നാടുകളിൽ നിന്നും, വിശുദ്ധ മക്കയിൽ നിന്നോ മദീനയിൽ നിന്നോ മിസ്റിൽ നിന്നോ ഒമാനിൽ നിന്നോ യമനിൽ നിന്നോ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഖമറുൽ ഉലമ, ഉലമാക്കളുടെ ചന്ദ്രൻ എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞൊരു വാക്കുണ്ട്. ഇന്ത്യ രാജ്യം മുഴുവനും നിങ്ങൾ ഖണ്ഡം ചെയ്ത് ഇതുപോലെ ഒരു നേതാവിനെ വേണമെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ കിട്ടണമെന്നില്ല. അത്രയും വലിയ ഇൽമും തഖ്വയും അതുപോലെ ആദർശരംഗത്തെ ഹിമ്മത്തും അല്ലാഹു തആല നൽകിയ വലിയ പണ്ഡിതനാണ് നിങ്ങൾക്ക് അല്ലാഹു തന്ന മഹാനായ ശൈഖ് അബൂബക്കർ എന്ന് പറയുന്നത്. ഇന്നും ജീവിച്ചിരിക്കുന്ന മക്കയിലെ പ്രമുഖ പണ്ഡിതനായ, ഞാനൊരു പണ്ഡിതനെ കൂടി കൊണ്ടുവരാം. അത് പറഞ്ഞാൽ അതിൽ തന്നെ നേരം കോളം പറയേണ്ടി വരും. കാരണം എന്താണ്, എല്ലാ പണ്ഡിതന്മാരുമായിട്ടും ബന്ധം. നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ ഖുത്ബുൽ ആലം മാത്രമല്ല, എല്ലാവരും ആരൊക്കെയുണ്ടോ, ബഹുമാനപ്പെട്ട കക്കിരിപ്പുറം ഉസ്താദ് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ ആലുവായ അബൂബക്കർ മുസ്ലിയാർ, ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ, ഏതൊക്കെ സാദാത്യങ്ങളെ ആലിമീങ്ങളെ നിങ്ങൾ പറഞ്ഞോ, അവരുമായി എല്ലാമുള്ള ബന്ധം ബഹുമാനപ്പെട്ട എ പി ഉസ്താദിന്റെ പ്രത്യേകതയായിരുന്നു. നോക്കൂ നിങ്ങൾ, ഇനി ഞാൻ കാണിക്കുന്നത് മഹാനായ റിഫായി ശൈഖിന്റെ പേരക്കുട്ടിയായി നമ്മുടെ കേരളത്തിലേക്ക് കടന്നു വന്ന ബഹുമാനപ്പെട്ട സ്വബാഹ് റിഫായി. ആ ബഹുമാനപ്പെട്ടവരൊന്ന് കൊണ്ടുവാ. അദ്ദേഹം ബഹുമാനപ്പെട്ട എ പി ഉസ്താദിന് നൽകിയ പേര് നിങ്ങൾ